പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങൾ. യാക്കോബായ സുറിയാനി സഭയുടെ ആദരണീയനായ പുരോഹിത ശ്രേഷ്ഠൻ യുഹനാൻ റമ്പാച്ചൻ്റെതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കേൾക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് എന്നെ ഇന്ന് ചിന്തിപ്പിച്ച ഒരു വിഷയം. അന്യാധീനപ്പെട്ടുപോയ അവരുടെ വസ്തുവകകൾ സംബന്ധിച്ചു. ഒപ്പം ഏറ്റവും ഒടുവിലായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെയും ഹൈക്കോടതി വിധിയെയും തുടർന്ന് എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മുളന്തുരുത്തിയിലെ അവരുടെ ആരാധനാലയം ഗവൺമെൻറ് അധീനപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. അതോട് ബന്ധപ്പെട്ട് ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹുമാനനായ റമ്പാച്ചൻ ഉപവാസ സമരത്തിലാണ്. അതിനിടയിൽ അദ്ദേഹം നൽകുന്ന ആഹ്വാനത്തിൻ്റെ ഉള്ളടക്കം ഓരോ വിശ്വാസിയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും സമാന്തര സഭകളെ ഈ വിഷയത്തിൽ ഉദ്ബുദ്ധരാക്കുവാൻ ഭരണകൂടത്തെയും അതുപോലെ രാഷ്ട്രീയ കക്ഷികളെയും ഇത് സംബന്ധിച്ച് ബോധവാന്മാരാക്കുവാൻ രേഖാമൂലം കത്തുകൾ എഴുതണം, CSI ഉൾപ്പെടെയുള്ള സഭകളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു ദയനീയമായ അഭ്യർത്ഥന നമ്മൾ കേട്ടു. ഈ ഘട്ടത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം തിരയേണ്ട ആവശ്യകത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിന് ഉപോദ്ബലകമായി എൻ്റെ പക്കൽ അടുത്ത കാലത്ത് ഒരു കൃതി ലഭിക്കുകയുണ്ടായി. അതിലെഴുത്തുകാരൻ ശ്രീ K. ജോസഫ് സക്കറിയ കൊച്ചുപുരയ്ക്കൽ ആണ്. കൊച്ചുപുരയ്ക്കൽ എന്ന ഈ വീട്ടുപേര് കേൾക്കുമ്പോഴേ സഭാതർക്കങ്ങളിൽ ഇടപെട്ട കുടുംബങ്ങളോടും വ്യക്തികളോടും അടുത്ത് ബന്ധമുള്ള ഒരു മാന്യദേഹമാണ് എന്ന വസ്തുത ശ്രീ K. ജോസഫ് സക്കറിയെക്കുറിച്ച് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. അത് അങ്ങനെ തന്നെയുമാണ്. അദ്ദേഹം തൻ്റെ കൃതിയുടെ പേര് ഇട്ടിരിക്കുന്നത് സഭാതർക്കങ്ങളുടെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ എന്നാണ്. അർത്ഥവത്തായ ഈ കൃതിയിലൂടെ ഞാനൊരു യാത്ര നടത്തേണ്ടതുകൊണ്ട് അനുബന്ധമായിട്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സഭാചരിത്രം അഭിരമിക്കുന്നത് യാഥാർത്ഥ്യങ്ങളെക്കാൾ മിത്തുകളിലാണ് എന്ന ഒരു പരിമിതി നിലനിൽക്കുന്നു. പുരാണങ്ങളോ ഇതിഹാസങ്ങളോ മിത്തുകളിൽ അഭിരമിക്കുവാൻ, മിത്താണ് ശരിയെന്ന് സ്ഥാപിച്ച് ചരിത്രത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ വിപരീത ദിശയിൽ യാഥാർത്ഥ്യബോധത്തോടെ വസ്തുതകളെ കാണേണ്ട ക്രൈസ്തവരും ചരിത്രത്തെയും ദൈവശാസ്ത്രത്തെയും കാൾ മിത്തുകളെയും അതുപോലെ തന്നെ മാമൂലികളെയും ഒക്കെ പുണർന്നു പോകുന്ന, ആലിംഗനം ചെയ്തു പോരുന്ന ഒരു വിപരീത സാഹചര്യവും നമ്മുടെ കൺമുമ്പിലുണ്ട്. അങ്ങനെയൊരു സന്ദർഭത്തിലാണ് നമ്മുടെ ഇന്നത്തെ വിശകലനം. ഒപ്പം എളിയവനായ എൻ്റെ ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി അനുബന്ധമായി പറയാൻ ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ സഭാതർക്കങ്ങളുടെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ എന്ന കൃതിയുടെ ഉള്ളടക്കത്തിലൂടെ ഒരു ഏകദേശ യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഏതാണ്ട് 80 പേജുള്ള ഒരു പുസ്തകം. ഇതിന് 7 അധ്യായങ്ങളും ഉപസംഹാരവും ഗ്രന്ഥസൂചിയുമാണ് ഉള്ളത്. ഇത് ഏതെങ്കിലും പ്രത്യേക പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്നതല്ല, ഓതർ തന്നെ പുറത്തിറക്കുന്നതാണ്. ഗ്രന്ഥകർത്താവ് എഴുത്തിൽ ഇരുത്തം വന്ന, പക്വത വന്ന ഒരു എഴുത്തുകാരനുമല്ല. എന്നാൽ വിദ്യാസമ്പന്നനും അതുകൊണ്ട് തന്നെ വായനാശീലനുമായ അദ്ദേഹം സാമ്പ്രദായികമായ ഏതെങ്കിലും രീതികളെ അവലംബിക്കാതെ വളരെ സ്വതന്ത്രമായി നടത്തുന്ന ഒരു നിരീക്ഷണം എന്ന് വേണമെങ്കിൽ ഇതിനെ കാണാം. ഒരു ചരിത്രഗ്രന്ഥത്തിൻ്റെ അച്ചടക്കമോ അതുപോലെ തന്നെ അതിൽ കാണിക്കേണ്ട മറ്റ് സാങ്കേതികമായ സംവിധാനങ്ങളോ ഒന്നും കൂടാതെ തികച്ചും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരിട്ട് സംസാരിക്കുന്ന ഒരു കൃതിയെന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് വിലയിരുത്താം. അപ്പോൾ ആ പരിമിതികളൊക്കെ ഈ കൃതിക്കുണ്ട്. എന്നാൽ സഭാചരിത്രത്തിലെ ആധികാരികമായ ചില കൃതികളെയും കേരള ചരിത്രത്തെയും ഒക്കെ അദ്ദേഹം ഇതിൽ കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്നത് ഈ കൃതിയുടെ മനോഹാരിതയായി ഞാൻ കാണുന്നു. സർവേ ഓഫ് കേരള ഹിസ്റ്ററി A. ശ്രീധരമേനോൻ, കേരള ചരിത്രം A. ശ്രീധരമേനോൻ, EM ഫിലിപ്പിൻ്റെ ദ ഇന്ത്യൻ ചർച്ച് ഓഫ് സെയിൻറ്റ് തോമസ്,
പുകടി ലിറ്റൂപ്പറൈറ്ററുടെ മലയാളത്തുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ സഭാചരിത്രം, നിരണം ഗ്രന്ഥാവലി, കണ്ടനാട് ഗ്രന്ഥാവലി, അതുപോലെ PV മാത്യുവിൻ്റെ കൃതികൾ, കൂടാതെ ക്രിസ്ത്യൻ റിസർച്ച് ഇൻ ഏഷ്യ, ക്ലോഡിയസ് ബുക്കാനൻ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ചരിത്രവും സംസ്കാരവും, അങ്ങനെ ഏതാണ്ട് 15-ൽ പരം കൃതികൾ. അതിൽ ജീവചരിത്രമുണ്ട്. KC മാമൻ മാപ്പിളയുടെ ജീവിതചരിത്രമായ ജീവിത സ്മരണകൾ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സഭാതർക്കത്തെക്കുറിച്ച് അനിവാര്യമായ മെറ്റീരിയൽസ് അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഒരു മെത്രാൻ പക്ഷ വിശ്വാസിയാണ്. പക്ഷേ കാഴ്ചപ്പാടുകളിൽ ചില വസ്തുതകൾ പറയാൻ അദ്ദേഹം തുനിഞ്ഞിട്ടുണ്ട് എന്നത് തീർച്ചയായിട്ടും യാക്കോബായ ഓർത്തഡോക്സ് പക്ഷങ്ങളെ ഒരുപോലെ ചിന്തിപ്പിക്കേണ്ടതാണ് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഏതാണ്ട് 78-80 പേജുകളുള്ള ഈ കൃതിയിൽ തൻ്റെ നിലപാട് കൂടി പറയാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു. ആ നിലപാട് തികച്ചും ബൈബിളിലേക്ക് തിരിയണമെന്നും യേശുക്രിസ്തുവിലേക്ക് തിരിയണമെന്നും ഇരുകൂട്ടരെയും ആഹ്വാനം ചെയ്ത് ഒരു വിമതൻ്റെ രൂപത്തിൽ അദ്ദേഹം നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം പെന്തക്കോസ്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളിലോ പെട്ട ആളല്ല എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ കൃതിയുടെ ഉള്ളിലേക്കും പ്രവേശിക്കാം. ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് അധ്യായം 1-ലാണ്. അധ്യായം 1 അദ്ദേഹം വിവരിക്കുന്നത് AD 52 തോമസ് ലീഹയുടെ കേരളത്തിലെ ആഗമനത്തെക്കുറിച്ചാണ്. മുസ്ലിസ് പട്ടണത്തിനടുത്തുള്ള മാലിയൻകരയിൽ വന്നിറങ്ങിയെന്നും സുവിശേഷ ഘോഷണം അവിടെ നടത്തിയെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ആ അവകാശവാദം പുതുമയുള്ളതൊന്നല്ല. മാത്രമല്ല ആധുനിക ചരിത്രകാരന്മാർ വളരെ ഗവേഷണം ചെയ്ത് തള്ളിക്കളഞ്ഞ ഒരു വസ്തുതയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നും നമ്മൾ കാണാതിരുന്നുകൂടാ. തോമസ് ലീഹയുടെ വരവ് എന്നത് ഏതെങ്കിലും വിധത്തിൽ ചരിത്രകാരന്മാർ തെളിയിക്കാത്തിടത്തോളം അത് ഒരു ഐതിഹ്യമായോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എന്നാൽ പാൻറ്റീനസിൻ്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം പറയുന്ന അടുത്ത സംഭവം പോർച്ചുഗീസ് ആധിപത്യത്തിന് മുമ്പുള്ള ചില കുടിയേറ്റങ്ങളും സന്ദർശനങ്ങളെയും കുറിച്ചാണ്. അത് എല്ലാ സഭാചരിത്രകാരന്മാരെയും പോലെ 345 AD എഡേസയിൽ നിന്ന് വന്ന ക്നായിത്തൊമ്മനെക്കുറിച്ചുള്ള പരാമർശമാണ്. ക്നായിത്തൊമ്മനെക്കുറിച്ചുള്ള ആ പരാമർശത്തിൽ 345 825 2 ഡേറ്റുകൾ, 2 കാലക്കണക്കുകൾ എല്ലാ ചരിത്രകാരന്മാരെയും പോലെ അദ്ദേഹവും പറയുന്നു. അതിനകത്ത് അവകാശപ്പെടുന്നു എന്നുള്ള ആ വാക്കുകൊണ്ട് ചരിത്രത്തിൻ്റെ ഒരു സ്ഥിരീകരണമല്ല നടത്തുന്നത്. എന്നാൽ ക്നായിത്തൊമ്മൻ്റെ കേരള സന്ദർശനത്തെക്കുറിച്ചും കാര്യമായിട്ടുള്ള ചരിത്രരേഖകൾ നമ്മുടെ മുമ്പിലില്ല. ഇനി 825 സാബോർ മാർ അപ്രോത്തും സവറീസ് എന്ന കച്ചവടക്കാരൻ്റെ കൂടെ വന്നു എന്നൊക്കെ ഉള്ള നിലവിലെ ചരിത്ര രേഖകളിൽ കാര്യമായ ഏതെങ്കിലും അന്വേഷണം അദ്ദേഹം നടത്തുന്നില്ല. 95 ദനഹ എന്ന മെത്രാൻ, റംബാൻ, യൗനാൻ, മാറാവൻ എന്നീ 4 പേർ വന്നതായും അദ്ദേഹത്തിൻ്റെ ആ രേഖകളിൽ കാണുന്നു, ഈ ചരിത്ര കൃതിയിൽ കാണുന്നു. ഇതുകൂടാതെ 1545 അബ്രഹാം മെത്രാൻ വന്നു. അയാളെ പറങ്കികൾ സ്വാധീനമാക്കി റോമയ്ക്ക് അയച്ചു. പാപ്പായുടെ പ്രമാണത്താൽ വീണ്ടും മലയാളത്ത് വന്നു. ഇതൊക്കെ ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന കൃതിയാണ്, സംഭവങ്ങളാണ്. നിരണം ഗ്രന്ഥാവലിയാണ് ഇതിന് അദ്ദേഹം അടിസ്ഥാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, പേജ് 82. ഇനി പ്രധാനമായും നമുക്ക് പോകേണ്ടത് മറ്റു ചില സംഭവങ്ങളിലേക്കാണ്. അതിൽ ഞാൻ വളരെ കാലം ചിന്തിച്ചിരുന്നതും ഒപ്പം തന്നെ ഏതാണ്ട് ക്രൈസ്തവ ചരിത്രകാരന്മാർ തമസ്കരിക്കാൻ ശ്രമിച്ചതും ഒക്കെയായ ഒരു സംഭവമാണ്. എന്നാൽ ഈ പുതിയ അന്വേഷണങ്ങളും പുതിയ കാലഘട്ടത്തിൽ വസ്തുതാപരമായി തന്നെ ആളുകൾ സ്ഥിരീകരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അത് മാനിക്കയനിസം എന്ന് ക്രിസ്തുവർഷം 2016 പേർഷ്യയിൽ ജനിച്ച മാനി എന്നു പേരായ വ്യക്തിയാൽ സ്ഥാപിതമായ മാനിക്കയനിസം എന്ന മതത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. ആ മാനിക്കയനിസം സത്യത്തിൽ സൗരാഷ്ട്ര മതത്തിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെയും ബുദ്ധിസത്തിൻ്റെയും ഒരു മിക്സഡ് രൂപമാണ്. ആ മാനിക്കയനിസത്തിൻ്റെ സ്ഥാപകനായ മാനി യേശുക്രിസ്തു പ്രവചിച്ച പരക്ലിറ്റോസ് അഥവാ ആശ്വാസപ്രദൻ താനായിരുന്നു എന്നും അതിനുശേഷം മാനിയുടെ ഉപദേശത്താൽ അനവധി ആളുകൾ ഇങ്ങനെയുള്ള ഈ മിശ്രിത മതത്തിലേക്ക് വന്നു ചേരുകയും ഒടുവിൽ മാനി നിലവിലെ പേർഷ്യൻ സാഹചര്യങ്ങൾക്കനുസൃതമായി ക്രൂശിക്കപ്പെട്ടു എന്നുമാണ് മാനിക്കയസനത്തിൻ്റെ ഉള്ളടക്കം. മാനിയെ ക്രൂശിച്ച ആ ക്രൂശും മാനി പരിശുദ്ധാത്മാവാണ് അഥവാ പാരാക്ലിറ്റോസ് ആണെന്ന് സൂചിപ്പിക്കുന്നതിന് ഒരു പ്രാവും അടങ്ങുന്ന മാനിക്കയൻ കുരിശുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഈ മാനിക്കയൻ കുരിശിൻ്റെ സവിശേഷത, ഒരു പ്രാവ്, നിങ്ങൾക്ക് അല്പം നർമ്മഭാവന ഉള്ള രൂപത്തിൽ പറഞ്ഞാൽ കരണ്ട് കമ്പിയിലിരിക്കുന്ന ഒരു പ്രാവ്, അത് കരണ്ടടിച്ച് ഷോക്കടിച്ച് ചത്ത് താഴേക്ക് വീണാൽ എങ്ങനെ ഇരിക്കും, ഈ രൂപത്തിൽ ഉള്ള ഒരു പ്രാവ്.
ആ പ്രാവ് ഒരു കുരിശിലേക്ക് വന്ന് പതിക്കുന്നു തല കീഴായിട്ട്. ഇത്തരത്തിലുള്ള ഒരു ചിത്രം കാണാത്തവരോ കുരിശുകൾ കാണാത്തവരോ ഇല്ല. എന്നാൽ ഈ കുരിശ് ഒരിക്കലും ക്രൈസ്തവമായ ഒന്നല്ല, മാനിക്കേയൻ മതത്തിൻ്റെ കുരിശാണ്. ഇത്തരം കുരിശുകൾ നമുക്ക് നിരവധി സ്ഥലങ്ങളിൽ ഇത് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മർത്തോമ്യൻ കുരിശ് എന്നൊക്കെ പറയുമെങ്കിലും മാനിക്കേയൻ കുരിശാണിത് എന്ന് കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. എന്നാൽ ഇവിടെ മുമ്പുണ്ടായിരുന്ന ക്രൈസ്തവർക്കിടയിൽ ഗണ്യമായ ഒരു സ്വാധീനം മാനിക്കേയനിസത്തിന് ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. ആ വസ്തുത പുതിയ ഗവേഷണങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ നമ്മുടെ നിലവിലുള്ള ചരിത്രകാരന്മാരാരും അത് സ്ഥാപിക്കാൻ തയ്യാറാകാതിരുന്ന ഒരിടത്ത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ ബഹുമാന്യനായിട്ടുള്ള ജോസഫ് സക്കറിയ ഈ വിഷയം സ്ഥാപിച്ചു പറയാൻ വേണ്ടിയിട്ട് സന്നദ്ധനാകുന്നു എന്നത് അഭിനന്ദനാർഹമായ ഒരു വസ്തുതയാണ്. മറ്റൊന്നുകൂടി അദ്ദേഹം സ്ഥാപിക്കുന്നത് പ്രസിദ്ധനായ കടമറ്റത്ത് കത്തനാർ ഈ മാനിക്കേയ മതത്തിൻ്റെ ഒരു ഫോളോവർ ആകാനാണ് സാധ്യത. ആ സാധ്യത തെളിയിക്കാനായിട്ട് അദ്ദേഹം നിരണം ഗ്രന്ഥാവലിയുടെ പേജ് 125 ഉപോദ്ബലകമായി യുക്തിസഹജമായി ഉദ്ധരിക്കുന്നത്. അതിൻ്റെ കാരണം ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ മാനിക്കേയനിസത്തിലെ ആചാരങ്ങളെല്ലാം ഈ നമ്മുടെ കടമറ്റത്ത് കത്തനാരിൽ കാണാൻ സാധിക്കുന്നു ചിലത്. അതിലൊന്ന് മന്ത്രവാദമാണ്. അങ്ങനെ മന്ത്രവാദ പ്രവൃത്തികൾ നടത്തിയിരുന്ന കടമറ്റത്ത് നടന്നിരുന്ന ക്ഷുദ്രപ്രവൃത്തികളെ വിലക്കിയതായി നിരണം ഗ്രന്ഥാവലിയിൽ കാണുന്നു. ചുരുക്കത്തിൽ അക്രൈസ്തവമായ ചിലത് ക്രൈസ്തവ സഭയിലേക്ക് നുഴഞ്ഞു കയറുന്ന കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നു. അതുവഴി മാനിക്കേയനിസത്തിന് ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്ന കേരള ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്ന സ്വാധീനത്തെ ഗ്രന്ഥകാരൻ സ്ഥാപിക്കുന്നു. പിന്നെ പതിവ് പോലെ വില്ലാർവട്ടം രാജാവിനെക്കുറിച്ചും പോർച്ചുഗീസ് അധിനിവേശത്തെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ സ്ഥാപിക്കുന്നുണ്ട്. ഇനി പോർച്ചുഗീസ് അധിനിവേശത്താൽ ഉണ്ടായ പ്രശ്നങ്ങൾ, ഗോവയിലെ നിർബന്ധിത മതപരിവർത്തന പ്രശ്നങ്ങൾ, അതുപോലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ കേരളത്തിലേക്ക് വന്നതിനെക്കുറിച്ച്, ഫ്രാൻസിസ് സേവ്യറിൻ്റെ മതപരിവർത്തന രീതികളെക്കുറിച്ച് ഒക്കെ കൃത്യമായി തന്നെ അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഉദയംപേരൂർ സുന്നകദോസ് മുതലുള്ള വിഷയങ്ങളാണ്. ഉദയംപേരൂർ സുന്നകദോസ് നെസ്റ്റോറിയൻ വീക്ഷണങ്ങളാണ് അതുവരെ യാക്കോബായ സഭ അല്ലെങ്കിൽ കേരള മലങ്കര സഭ, അങ്ങനെ പറയുന്നതായിരിക്കും സുഖം, മലങ്കര സഭ പുലർത്തിപ്പോകുന്നത് എന്ന ആക്ഷേപം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സഭയെ മുഴുവൻ കത്തോലിക്കവൽക്കരിക്കുന്ന ഒരു ശ്രമം നമ്മൾ കണ്ടു. കത്തോലിക്കവൽക്കരിക്കപ്പെടുന്ന ആ ശ്രമത്തിന് നേതൃത്വം കൊടുത്ത ബിഷപ്പ് മെനാസീസിനെ കുറിച്ച്, അതുപോലെ തന്നെ അതിന് വശപ്പെട്ടു പോയ അർക്കാദിയോക്കനെ കുറിച്ചും ഒക്കെയുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ സുന്നകദോസ് കൂടുവാൻ കാരണമായിട്ട് ഉന്നയിച്ച 5 കാരണങ്ങൾ വളരെ ശക്തമായി അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നു. ഒന്ന്, സഭയിലെ വൈദികർ വിവാഹിതരും ഭാര്യയുള്ളവരും ആയിരുന്നു. അത് ഒരു പ്രശ്നമാകുന്നു, കത്തോലിക്ക വിശ്വാസത്തിന് വിപരീതം. തിരുവത്താഴം സ്നാനം എന്നീ 2 കൂദാശകൾ മാത്രമേ കേരള സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമത്തെ കാര്യം, അവർ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുകയോ മധ്യസ്ഥ ആവശ്യപ്പെടുകയോ പ്രതിബിംബങ്ങളെ വണങ്ങുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അടുത്തതായി, മരണാനന്തര ശുദ്ധീകരണ സ്ഥലം ഉള്ളതായി വിശ്വസിച്ചിരുന്നില്ല. 5, സഭയിൽ ബിഷപ്പ്, കശീശ, ശമാശൻ എന്നീ 3 സ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവഴി നമുക്ക് ഒരു ചിത്രം കിട്ടുകയാണ്. മാനിക്കേയനിസത്തിൻ്റെയോ നെസ്റ്റോറിയൻ വിശ്വാസത്തിൻ്റെയോ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അന്നത്തെ ക്രൈസ്തവ സഭ ഇന്നത്തെ വിശ്വാസികളെക്കാൾ മേത്തരമായ ഒരു വിശ്വാസത്തെ, കുറേ കൂടി ബൈബിളിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വിശ്വാസത്തെ പുണർന്നിരുന്നു എന്ന സത്യമാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ആ സത്യസന്ധമായ ഒരു കാഴ്ചപ്പാടിന് വിഘാതമായിട്ടാണ് കാത്തലിസിസത്തിൻ്റെ കേരളത്തിലേക്കുള്ള ആ വരവും അവരുടെ സ്വാധീനവും മതപരിവർത്തന ശ്രമങ്ങളും എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള ക്രൈസ്തവ സഭയെ മലിനപ്പെടുത്തിയതിൽ പറങ്കികൾക്കുള്ള ആ സ്വാധീനം തന്നെയാണ്. ഇനി ഒരു ആത്മാഭിമാനിയായ കേരള ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന 1653 പ്രസിദ്ധമായ കൂനംകുരിശ് സത്യത്തെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഈ കൂനംകുരിശ് സത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പതിവ് പോലെ അഹത്തുള്ള മെത്രാനെ പോർച്ചുഗീസുകാർ കോട്ടയ്ക്ക് വെളിയിൽ കൊണ്ടുവന്ന് സമുദ്രത്തിൽ മുക്കിക്കൊന്നു എന്ന് പ്രചരിക്കുന്ന കിംവദന്തിയോ ചരിത്രമോ വസ്തുതയോ അതും ഇദ്ദേഹം പതിവ് പോലെ പരാമർശിച്ച് കാണുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ കൃതി വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനത്തെ അവലംബിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. എന്ന് പറഞ്ഞാൽ ക്രമാനുഗതമായിട്ടുള്ള സഭാചരിത്രത്തിൻ്റെ ആ തുടർച്ച നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതിലൊന്ന്, മിഷണറിമാരുടെ കാലഘട്ടത്തെ അദ്ദേഹം പരാമർശിക്കുന്നു. മിഷണറിമാരുടെ ഒരു കാലഘട്ടം കൂടി പരാമർശിച്ചെങ്കിലേ തീർച്ചയായിട്ടും ഈ കൂനംകുരിശ് സത്യത്താൽ വേർപിരിഞ്ഞു പോന്ന ആ അർക്കാദിയോക്കൻ്റെ അനുഗാമികൾക്ക് അവർക്കെന്ത് സംഭവിച്ചു എന്നും സഭാതർക്കം എങ്ങനെ ഉടലെടുത്തു എന്നും ഒക്കെ പറയാനായിട്ടുള്ള ഒരു വഴിയാകെയുള്ളൂ. അങ്ങനെ
അനവധി വർഷങ്ങൾ കത്തോലിക്ക ആധിപത്യം നിലനിൽക്കുന്ന ഇടത്തേക്ക് മിഷനറിമാർക്ക് കടന്നു വരാൻ കഴിഞ്ഞ വഴി. എന്നാൽ ഇതിൽ ഡച്ച് ആധിപത്യത്തെക്കുറിച്ചുള്ള സംഭവങ്ങളോ ഡച്ചുകാർ പറങ്കികളെ കീഴടക്കിയ ശേഷമുള്ള സംഭവ വികാസങ്ങളോ കാര്യമായി പറയുന്നില്ല. അതൊരു പക്ഷേ തൻ്റെ ഉദ്ദേശം അതല്ലാതിരുന്നു എന്നതുകൊണ്ടാകും 1-ാം അധ്യായത്തിൽ ഇതര വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുന്നത്. അത് എഴുത്തിൻ്റെ ഒരു അച്ചടക്കമായിട്ടോ പക്വതയായിട്ടോ കാണുന്നു ആ ഒരു നിലയിൽ. എന്നാൽ അടുത്തത് കേരള ക്രൈസ്തവ സഭയിലേക്ക് പ്രവേശിക്കുന്ന ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനൻ എന്ന കൽക്കട്ടയിലെ വില്യംസ് ഫോർട്ട് കോളേജിൻ്റെ പ്രധാനിയായി ചുമതലയേറ്റുവന്ന മാന്യദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ 1806 കേരള സന്ദർശനം ഇദ്ദേഹം ഇവിടെ കാര്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ബുക്കാനൻ്റെ ക്രിസ്ത്യൻ റിസർച്ചസ് ഇൻ ഏഷ്യ എന്ന ഗ്രന്ഥത്തെയും ഉദ്ധരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ശ്രമത്താൽ അദ്ദേഹത്തിന് കാണ്ടനാട് വച്ച് അദ്ദേഹത്തിന് മെത്രാപ്പോലിത്തയുമായി കൂടിക്കാണാൻ മാർ ദിവാനാസിയോസ് എന്ന വലിയ മെത്രാപ്പോലിത്ത മാർ ദിവാനാസിയോസ് 1-ാമനുമായി കൂടിക്കാണാനുള്ള അവസരം സംജാതമായി എന്നും അതിനുശേഷം ബ്രിട്ടനിലെ ഇംഗ്ലീഷ് ചർച്ചുമായി ആംഗ്ലിക്കൻ ചർച്ചുമായിട്ട് ഇവിടെയുള്ള സഭ സഹകരിച്ചു പോകേണ്ടതിൻ്റെ ഒരാവശ്യകതയെക്കുറിച്ച് ബുക്കാനൻ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ മെത്രാപ്പോലിത്തയ്ക്ക് ഈ സഭയുടെ ഒരു പരിഷ്കരണത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. അത് പരമ്പരാഗതമായ രൂപത്തിലും ഭാവത്തിലും മുമ്പോട്ട് പോകണം എന്ന മെത്രാപ്പോലിത്തയുടെ താല്പര്യവും ബുക്കാനൻ്റെ താല്പര്യവും നമ്മൾ കാണുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ബുക്കാനന് ശേഷം വരുന്ന നമ്മുടെ നോർട്ടനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. നോർട്ടനെക്കുറിച്ച് കാര്യമായ പരാമർശമില്ല. നോർട്ടനു ശേഷം വന്ന 3 പേരെക്കുറിച്ച് വളരെ കാര്യമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നു. അത് യഥാക്രമം ബെഞ്ചമിൻ ബെയ്ലിയും അതുപോലെ തന്നെ ജോസഫ് ഫെന്നും ഹെൻറി ബേക്കറുമാണ്. 3 ആളുകളുടെയും ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഇടത്ത് ഹെൻറി ബേക്കർ മിഷനറി തൽപരനായിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ അനവധി ഇടങ്ങളിൽ സഭ സ്ഥാപിക്കുന്നതിനും അക്രൈസ്തവരെ ക്രൈസ്തവരാക്കുന്നതിനും നിലവിലുള്ള ക്രൈസ്തവരെ ബോധവൽക്കരിക്കുന്നതിനും ഒക്കെ ശ്രമിച്ചപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയുടെ ലക്ഷ്യം അദ്ദേഹം പ്രധാനമായും ബൈബിൾ പരിഭാഷയിലും സാഹിത്യപരമായ സംരംഭങ്ങളിലും മുഴുകിയിരുന്നെന്നും ജോസഫ് ബെൻ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയായിരുന്നു എന്നുമുള്ള ചരിത്രത്തെ അദ്ദേഹം പരാമർശിച്ച് പോകുന്നു എന്നുള്ളതാണ്. ഇനിയാണ് വട്ടിപ്പണം എന്ന പേരിൽ ഇന്ന് തർക്കമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്പത്തിനെക്കുറിച്ചുമൊക്കെയുള്ള ചരിത്രം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ കാലഘട്ടത്തിൽ കേണൽ മെക്കോളെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റു. 1808 മർത്തോമ 6-ാമൻ മെത്രാപ്പൊലീത്ത, അതായത് വലിയമാർ ദിവാനാസിയോസ്, അദ്ദേഹം തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് ട്രഷറിയിൽ ഒരു 3000 പൂവരാഹൻ നിക്ഷേപിക്കുന്നു. 3000 പൂവരാഹൻ. ഈ പൂവരാഹൻ തുകയാണ് പിൽക്കാലത്ത് പ്രസിദ്ധമായ വട്ടിപ്പണം എന്നറിയപ്പെടുന്നത്. പലിശയ്ക്ക് പണം ഇട്ടു എന്ന അർത്ഥത്തിലാണ് വട്ടിപ്പണം എന്നതിന് പേര് വരുന്നത്. 1808 വലിയ മെത്രാപ്പൊലീത്ത, അതായത് മർത്തോമ 6-ാമൻ എന്ന് വിളിക്കുന്ന ദിവാനാസിയോസ് 1-ാമൻ മാർ ദിവാനാസിയോസ് തിരുവനന്തപുരത്തെ ബ്രിട്ടീഷ് ട്രഷറിയിൽ 3000 പൂവരാഹൻ നിക്ഷേപിക്കുന്നു. പ്രതിവർഷം 8% അതിൻ്റെ പലിശ. അങ്ങനെ നിക്ഷേപിച്ച ഈ പണം ഒരു ശാശ്വത നിക്ഷേപമാണ്. അതിന് ലഭിക്കുന്ന പലിശ കൊണ്ട് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, ധാർമ്മിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ തുക ഇങ്ങനെ ഇട്ടത്. അങ്ങനെയുള്ള ഈ പണം എങ്ങനെയാണ് സത്യത്തിൽ വിവാദമായി തീരുന്നത്? 1809 കേണൽ മെക്കോളെ ഇത് സംബന്ധിച്ച് മർത്തോമ 8-ാമൻ മെത്രാപ്പൊലീത്തയ്ക്ക് ഒരു പറ്റിഷീട്ട് നൽകുന്നു. കൂടാതെ ഇതിൻ്റെ പലിശ കൈപ്പറ്റാൻ അധികാരപ്പെടുത്തുകയും ചെയ്യുന്നു കേണൽ മെക്കോളെ. എന്നാൽ മർത്തോമ 8-ാമന് ഒരു പ്രാവശ്യം മാത്രമാണ് ഇത് കൈപ്പറ്റാൻ സാധിച്ചത്. അന്ന് ഈ പണമുണ്ടായ വഴി പറയുകയാണ്. അന്നത്തെ കാലത്ത് തച്ചിൽ മാത്തൂത്തരകൻ എന്നു പേരായ ഒരു വലിയ പ്രമാണി, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ അന്യം നിന്നുപോയി എന്ന് പറഞ്ഞാൽ അനന്തരാവകാശികളില്ലാതെ പോയപ്പോൾ ഇത് വിറ്റ തുകയാണ് കേണൽ മെക്കോളയുടെ പക്കൽ എത്തിയതെന്നും ആ തുകയുടെ പലിശ അവകാശപ്പെട്ട ആളുകൾ എന്ന നിലയിൽ ക്രൈസ്തവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന ഒരു വാർത്ത. ശരിയോ തെറ്റോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. രണ്ടാമതൊന്ന് തീരെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രചരണമാണ്. അത് ഈ ദിവാനാസിയോസിൻ്റെ പക്കൽ നിന്ന്, മർത്തോമ 6-ാമൻ്റെ പക്കൽ നിന്ന് ഈ പണം ഈ കേണൽ മെക്കോളെ വാങ്ങിയതാണ്, കടം വാങ്ങിയതാണ് എന്നൊരു പ്രചരണമുണ്ട് പലിശയ്ക്ക്. അത് തീരെ വിശ്വസിക്കാൻ വയ്യ. കാരണം കേണൽ മെക്കോളയ്ക്ക് അങ്ങനെ ഇത്രയും വലിയൊരു തുക വായ്പ വാങ്ങേണ്ട ഒരാവശ്യകത നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇനി ഇതൊന്നുമല്ല, ഈ കേണൽ മെക്കോളെ ഇത്തരം പണം ഗവൺമെൻറ് സൗജന്യമായി കൊടുത്തതാണ് എന്നുമുണ്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, കേണൽ മെക്കോളെ ഈ പണം ചർച്ചിന് കിട്ടുന്ന കാര്യത്തിൽ വലിയ ഉദാരത കാട്ടി എന്ന കാര്യത്തിൽ തർക്കമില്ല. മെക്കോളയ്ക്ക് ശേഷം വരുന്നത് കേണൽ മൺറോ ആണ്, പ്രസിദ്ധനായ കേണൽ മെൺറോ എല്ലാവിധത്തിലും നമ്മുടെ കേരള ക്രൈസ്തവ സഭയ്ക്ക് അനിവാര്യമായ സഹായങ്ങൾ ചെയ്ത ഒരു മാന്യദേഹമാണ്.
അപ്പോൾ വട്ടിപ്പണം വന്ന വഴി കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. ഇതര ചരിത്രങ്ങളിലൂടെ അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. ഇനി ഇതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധി പണം കൂടാതെ മിഷണറിമാർ ഏതാണ്ട് 14,000 രൂപ മിഷണറിമാർ വേറെയും ഈ സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. കൂടാതെ 20,000 രൂപയോളം അല്ലാതെയും തിരുവിതാംകൂർ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം ഇതിൽ രേഖപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിലാണ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനാസ്യോസ് കാലം ചെയ്തതോടുകൂടി പുന്നത്ര മാർ ദിവാനാസ്യോസ് മലങ്കര മെത്രാപ്പോലിത്തയായി ചുമതലയേൽക്കുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് മിഷണറിമാരുമായി ഒരു ധാരണയിലെത്തുവാൻ ജോസഫ് എന്നിൻ്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനമുണ്ടായി, ഒരു താല്പര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നു. അതിൽ പ്രധാനപ്പെട്ട 9 നിബന്ധനകൾ മുമ്പോട്ട് വെക്കുന്നു. നീതിപൂർവമായ നിയമങ്ങൾക്ക് വിധേയമായി അച്ചടക്കവും ഐക്യവും സഭയിൽ പുലരണം. നിയമങ്ങൾ ദിവ്യവചനവും വൈദിക വിധികളും നിയമമായിരിക്കണം. ഭൗതിക കാര്യ കർത്തൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞ് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും സമയം ചിലവഴിക്കണം. സഭയിലെ പല അനുഷ്ഠാനങ്ങളും മലിനപ്പെട്ടിരിക്കുന്നു. ചിലതൊക്കെ ദൈവനാമത്തിന് മോശമാണ്, കാനൂനികൾക്ക് നിരക്കാത്തതുമാണ്, അവ വളരെ ജാതീയമാണ്. അന്ന് സഭ കടന്നുപോയ പ്രശ്നങ്ങളിൽ നിന്ന് മിഷണറിമാരുടെ പ്രചോദനത്താൽ ഇതിന് മാറ്റമുണ്ടാകണം എന്ന ഒരു താല്പര്യം മുമ്പോട്ട് വെച്ച നൃത്തം. ഏകമധ്യസ്ഥനായ യേശുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, യേശുവിലൂടെ പിതാവിനോട് പ്രാർത്ഥിക്കാവൂ. ഇതര വണക്കങ്ങൾ നിയമവിരുദ്ധമാക്കണം. ആരാധനാ പ്രബോധനം ഇവയുടെ മാധ്യമം മലയാളമാകണം, എങ്കിലേ മനുഷ്യർക്ക് ഇത് മനസ്സിലാവൂ. ഒപ്പം പ്രബോധന ധർമ്മം നിറവേറ്റുകയും വേണം. വൈദികർ വിവാഹിതരായിരിക്കണം, അതാണ് വചന നിയമം. ഇതിനുവേണ്ടി മെത്രാപ്പോലീത്ത നിയമിക്കുന്ന 6 പ്രഗത്ഭ വൈദികർ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം, പഠിക്കണം, റിപ്പോർട്ട് ചെയ്യണം. ശബത്ത് ലംഘനം ഒഴിവാക്കണം. അത് ശനിയാഴ്ച പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിലല്ല, ആരാധന മാന്യമായി ചെയ്യണം എന്നേ അർത്ഥമുള്ളൂ. ഇനി നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. കത്തോലിക്കരുടെ പക്ഷം ഇരുന്ന 2 പള്ളികൾ, കത്തോലിക്കർ അദ്ദേഹം മലങ്കര കത്തോലിക്കരാണ്, 2 പള്ളികൾ ജോസഫ് എന്നിൻ്റെ ഉത്സാഹത്താൽ തിരിച്ച് അന്നത്തെ മലങ്കര ക്രൈസ്തവർക്ക് ലഭിക്കുകയുണ്ടായി. അതായത് പഴയ കുറ്റിക്കാരോട് ചേർന്ന ആ കക്ഷികളിൽ നിന്ന് നേടിയെടുത്ത ചർച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. റോമൻ കത്തോലിക്കരുടെയും മലങ്കര സുറിയാനിക്കാരുടെയും കൂട്ടുകൈവശത്തിലായിരുന്ന കോട്ടയം വലിയ പള്ളിയും പിറവം വലിയ പള്ളിയും രാജകീയ വിളംബരത്തിൻ്റെ പിൻബലത്തോടുകൂടി റോമക്കാരെ ഒഴിപ്പിച്ച് മലങ്കര സഭയുടെ മാത്രം കൈവശത്തിലാക്കി കൊടുക്കാൻ ജോസഫ് പീറ്റ് സഹായിയായി വർത്തിച്ചു എന്ന് കാണുന്നു. ഇനി അടുത്തായി കാണുന്നത് ഈ കൂട്ടുകെട്ടിൻ്റെ ഫലമായി ഉണ്ടായ ചില ഗുണങ്ങളാണ്. ഒന്നാമതായിട്ട് സത്യവേദ പുസ്തകം ഉണ്ടാകുന്നു മലയാളത്തിൽ. 2 മാതൃഭാഷയിലുള്ള ആരാധനയ്ക്ക് തുടക്കം കുറിക്കുന്നു. 3 പ്രസംഗത്തിന് സഭയിൽ സ്ഥാനമുണ്ടാകുന്നു. 4 ഒരു സെമിനാരി ഉണ്ടാകുന്നു. 5 സൺഡേ സ്കൂളും അതുപോലെ സ്കൂളുകളും രൂപവൽക്കരിക്കുന്നു. 4 സുവിശേഷ വിലയ്ക്ക് പ്രചോദനം ആളുകൾക്ക് ഉണ്ടാകുന്നു. അടുത്തത് ഈ അക്കൗണ്ടിങ് കറക്റ്റാകുന്നു. ഇത്രയുമുള്ള 7 ഗുണങ്ങളാണ് മിഷണറിമാരോട് സഹകരിച്ച വഴി നമ്മുടെ മലങ്കര ക്രൈസ്തവർക്ക് ഉണ്ടാകുന്നത്. അടുത്തത് പുന്നത്രമാർ ദിവാനാസ്യോസ് കാലം ചെയ്യുന്നതോടെ ചില തർക്കങ്ങൾ 1825 സഭയിൽ ഉടലെടുക്കുകയാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു മിഷണറി വിരുദ്ധ ചേരി ഇവിടെ രൂപം പ്രാപിക്കുകയും ചെയ്യുകയാണ്. അതെങ്ങനെ നിൽക്കുക? പുന്നത്രമാർ ദിവാനാസ്യോസിൻ്റെ കാലശേഷം ആരാകണം അടുത്ത മെത്രാപ്പോലിത്ത എന്ന് വന്നപ്പോൾ 4 സ്ഥാനാർത്ഥികൾ തൽസ്ഥാനത്ത് ഉണ്ടാവുകയാണ്. ഒന്നാമതായിട്ട് ഈ സ്ഥാനത്തേക്ക് വന്നത് മാമലശ്ശേരിയിൽ കോനാട്ട് അബ്രഹാം മൽപ്പനാണ്. രണ്ടാമതായിട്ട് ചേപ്പാട് ആഞ്ഞിരിമൂട്ടിൽ ഫിലിപ്പോസ് കശീശ. അടുത്തതായിട്ട് കല്ലുപ്പാറ അടങ്ങപ്പുറത്ത് ഔസേപ്പ് കശീശ. അടുത്ത് കോട്ടയം എഴുത്തിക്കൽ മർക്കോസ് കശീശ എന്നിവരായിരുന്നു അവർ. ഈ 4 പേരെ നിർത്തിയിട്ട് ടോക്കൺ കുറിയിടുകയാണ്. ഈ കുറി വന്നത് ചേപ്പാട് ഫിലിപ്പോസ് കശീശയ്ക്കായിരുന്നു. അങ്ങനെ കശീശ മെത്രാനാകുന്ന സ്ഥിതി വന്നപ്പോൾ ബാക്കി 3 പേര് എതിർത്തുകൊണ്ട് പറഞ്ഞോ, ഈ കുറിയിടലിൽ എന്തോ തർക്കമുണ്ട്, ഒന്നുകൂടെ ഇടണം. രണ്ടാമത് കുറിയിട്ടു. രണ്ടാമതും ഇത് ഫിലിപ്പോസ് കശീശയുടെ പേരിൽ നറുക്കു വീണു. അദ്ദേഹം ദിവന്നാസിയോസ് 4-മൻ എന്ന പേരിൽ അധികാരമേൽക്കുന്നു. തൊഴിയൂരെ കിടങ്ങൻ മാർ പിലക്സിനോസിൽ നിന്നും അദ്ദേഹം ഓർഡിനേഷൻ സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഓർഡിനേഷൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ഓർഡിനേഷൻ ഇവർ സംഘടിപ്പിച്ചതുപോലും തൊഴിയൂർ സഭയുടെ പക്കൽ നിന്നാണെന്നുള്ള ഒരു വിചിത്ര ചരിത്രവും നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്നു. അപ്പോൾ തൊഴിയൂർ സഭയുടെ ആ ഡെറിവേഷൻ നമുക്കറിയാമല്ലോ.
അതിപ്പോൾ നമ്മുടെ പ്രസക്തമായ വിഷയമല്ല. അപ്പോൾ സ്ഥാനം ലഭിക്കാത്ത സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായിട്ട് അസംതൃപ്തരായി. ഇതിലൊരു വിഭാഗം അന്ത്യോക്യസ് പാത്രിയാർക്കീസിൻ്റെ പക്ഷം ചേരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. കാരണം ഇത് തദ്ദേശീയമായൊരു പ്രസ്ഥാനമാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഘട്ടത്തിലൊരു വിഭാഗം ആളുകൾ അന്ത്യോക്യൻ പാത്രിയാർക്കീസിൻ്റെ പക്ഷം ചേർന്നേക്കാം എന്ന് വെച്ചു. അങ്ങനെ ചേപ്പാട്ട് മെത്രാനെതിരെ കലഹിക്കാൻ അന്ത്യോക്യൻ പാരമ്പര്യം ഒരു കാരണമാക്കണം എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ ഈ സമയത്ത് ഇഗ്നാത്യോസ് ഗീവർഗീസ് ആയിരുന്നു അന്ത്യോക്യൻ പാത്രിയാർക്കീസ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഒരു പണി ചെയ്തു. അത്താനാസിയോസ് മെത്രാനെയും ഇസഹാക്ക് റംബാനെയും എന്നിങ്ങനെ രണ്ടുപേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു. അന്ത്യോക്യയിൽ നയിക്കുകയാണ്. അവരുടെ പ്രതിനിധിയായിട്ട് ഇദ്ദേഹം വന്നു. ഇതിൽ മാർ അത്താനാസിയോസ് ഇവിടെ വന്നിട്ട് തൻ്റെ കൈവപ്പില്ലാത്ത ആരുടെയും സ്ഥാനം അംഗീകൃതമല്ല എന്ന് പ്രസ്താവിച്ചു. തൻ്റെ കയ്യൊപ്പ് വേണം. അതുകൊണ്ട് ഇതുവരെ പട്ടം സ്വീകരിച്ചവരെല്ലാം ഒന്നുകൂടെ പട്ടം സ്വീകരിക്കണം. ഇപ്പോൾ സ്വീകരിച്ച പട്ടം അസാധുവാണ്. ഇതിൽ പ്രശ്നം വന്നത് ഇട്ട ആ ഉടുപ്പ് ഊരാൻ ഇവരിൽ പലർക്കും മനസ്സ് വന്നില്ല. വിശേഷിച്ച് ഈ ചുവന്ന കുപ്പായം ഊരിക്കളയുക എന്നത് മനഃശാസ്ത്രപരമായ ഒട്ടേറെ ദുഃഖങ്ങൾക്ക് ഹേതുവാകും. അവരതിന് തയ്യാറാകാത്ത ഒരു അറ്റം ആളുകൾ നിന്നു. അപ്പോൾ അത്താനാസിയോസ് ഒന്നുകൂടെ പിടിമുറുക്കി. അങ്ങനെ ചേപ്പാട്ടുമാർ ദിവനാസിയോസിനെ നിർബന്ധിച്ചു തൻ്റെ ഈ കൈവപ്പ് ഒന്ന് സ്വീകരിക്കാൻ. അപ്പോൾ ഇതോടെ സഭയിൽ രണ്ട് പക്ഷം രൂപപ്പെട്ടു. ഒന്ന് വിദേശത്തുനിന്ന് വന്ന ബാബയെ അനുകൂലിക്കുന്ന വിഭാഗം, അതായത് അസംതൃപ്തരിലെ ഒരു കൂട്ടം. അടുത്തത് സ്വദേശത്തുള്ള മെത്രാന്മാരെ അനുകൂലിക്കുന്ന വിഭാഗം. ഇങ്ങനെ മെത്രാൻ ബാബയുടെ അടുക്ക ചെല്ലാൻ തന്നെ ഭയപ്പെട്ടു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബാബയ്ക്ക് മുഷിഞ്ഞു തോന്നുകയും അതീവ കോപിച്ചനാവുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ മിഷണറിമാർ വന്നിട്ട് ഈ രണ്ട് കൂട്ടരെയും കൂടെ പറഞ്ഞങ്ങ് അനുനയിപ്പിച്ചു. പോട്ടെ. അപ്പോൾ അത് അല്പം കേൾക്കേണ്ടി വന്നു. കാരണം ഈ മിഷണറിമാർക്ക് ബ്രിട്ടീഷുകാരുടെ പിന്തുണയുണ്ട്. കാരണം അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പവർ കൂടി മിഷണറിമാരുടെ പക്കലുണ്ട്. ആ ഫോഴ്സ് കൂടി അവർ ഉപയോഗിച്ച് കാണും. അങ്ങനെ തൽക്കാലത്തേക്ക് ഒരു സമാധാനം ഉണ്ടാക്കി. എന്നാൽ അതൊന്നും അത്ര കാര്യമായിട്ട് നിന്നില്ല. ഒടുവിൽ ഈ തർക്കം സർക്കാരിലേക്ക് പരാതി എത്തി. കേസും വിസ്താരമായി. പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാനും കോനാട്ട് അബ്രഹാം മൽപ്പാൻ തുടങ്ങിയവർ ബാവയ്ക്ക് അനുകൂലമായി മിഷണറി വിരുദ്ധ ചേരിയിൽ ചേർന്നു. അപ്പോൾ അബ്രഹാം മൽപ്പാൻ അടക്കമുള്ള ആളുകൾ മിഷണറി വിരുദ്ധ ചരിത്രത്തിന് മിഷണറിമാർ ഈ ചേപ്പാട്ട് ഫിലിപ്പോസ് കശീശ മെത്രാനെയാണ്, ആ കശീശയായിരുന്ന അദ്ദേഹത്തെയാണ് മെത്രാനായിട്ട് സ്വീകരിച്ചത്, ചേപ്പാടിനെ. അപ്പോൾ ആ പക്ഷത്ത് വിരുദ്ധമായിട്ടാണ് എബ്രഹാം മൽപ്പാനുമൊക്കെ നിലകൊണ്ടത് എന്ന കാര്യം മറക്കണ്ട. ചേപ്പാട്ട് മെത്രാപ്പൊലിത്ത മിഷണറി അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ നവീകരണം വേണം എന്നൊക്കെയുള്ള പക്ഷത്താണ് നിന്നത്. കോനാട്ട് മൽപ്പാൻ, പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ തുടങ്ങിയവർ ചേർന്ന് ചേപ്പാട്ട് മെത്രാപ്പൊലിത്തയ്ക്ക് അനുകൂലമായ രാജകീയ വിളംബരത്തെ ധിക്കരിച്ചു. അപ്പോൾ രാജാവിൻ്റെ പിന്തുണ, രാജാധികാരം, ആ ക്രെഡിറ്റൊക്കെ കിട്ടുന്നത് ചേപ്പാടിന് തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടാളുകൾ അന്ത്യോക്യൻ പാരമ്പര്യം പറഞ്ഞിട്ട് അന്ത്യോക്യൻ ഓർഡിനേഷൻ്റെ ബലത്തിൻ്റെ പിന്നിൽ, അത്താനാസിയോസിൻ്റെ വാക്കിൻ്റെ പിന്നിൽ ഇവിടുത്തെ മെത്രാനെ ധിക്കരിച്ചപ്പോൾ അത് രാജവിളംബരത്തിനെതിരാകിയാൽ രണ്ടുപേരെയും തടവിലിടേണ്ടി വന്നു. ഇത് ഉദ്ധരിക്കുന്നത് ദ ഇന്ത്യൻ ചർച്ച് ഓഫ് സെയിൻറ് തോമസ് പേജ് 195 നിന്നാണ്. ബാബയെ നാടുകടത്താൻ തിരുവിതാംകൂർ സർക്കാരിൽ നിന്ന് ഉത്തരവായി. അപ്പോൾ ബാബ പോയേ പറ്റൂ. ബാബ ബസ്സിൽ പിടിച്ചു പോകുകയല്ലെന്നായി. ഒടുവിൽ ബാബയ്ക്ക് നിർബന്ധമായിട്ട് ഇവിടുന്ന് കപ്പലിൽ കയറ്റി പണമൊക്കെ കൊടുത്ത് ഇനി ഇങ്ങോട്ട് വരല്ല എന്നുള്ള നിലയിൽ ബാബയെ വളരെ തന്ത്രപൂർവ്വം ഇവിടുന്ന് മാറ്റി. അവസോടുകൂടി ഇവിടുത്തെ ചേരി ഇങ്ങനെ നിഷ്ക്രിയമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ അത്താനാസിയോസിനെ നാടുകടത്തോടുകൂടി ദിവനാസിയോസ് വളരെ കരുത്തനായി. അദ്ദേഹം പോയല്ലോ. അത്താനാസിയോസ് അവിടുന്ന് വന്ന അന്ത്യോക്യൻ പ്രതിനിധി തിരിച്ചുപോയി. അതോടെ ഇദ്ദേഹം വളരെ കരുത്തനായി. അപ്പോൾ ഈ തക്കം നോക്കി മിഷണറിമാരെന്ത് ചെയ്തു? തങ്ങളാണ് ചേപ്പാടിനെ രക്ഷിച്ചത്. ചേപ്പാട് മെത്രാൻ്റെ മീതെ ഒരു കർശന നിബന്ധന അങ്ങോട്ട് വച്ചു. പറങ്കികൾ, അതായത് കത്തോലിക്കൽ നിങ്ങളെ അടിച്ചേൽപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ വർജിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പ്രതിമ ഉണ്ടാക്കുന്നത്, ഫോട്ടോ വെക്കുന്നത്, കന്യാമറിയവനോട് പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെയുള്ള ദുഷ്കൃത്യങ്ങൾ നിങ്ങൾ വർജിക്കണം, മസ്റ്റാണ്. അപ്പോൾ ഇതവർക്ക് പറ്റിയൊരു സമയമായിരുന്നു. അപ്പോൾ ദുഷിപ്പുകളായി ചിത്രീകരിച്ച 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൽ കൃത്യതയോടുകൂടി തന്നെ രേഖപ്പെടുത്തുന്നു. ഒന്ന്, 7 കൂദാശകൾ എന്ന് പറയുന്ന ആ പരിപാടി. 2, കന്യാമറിയമിനോട് പരിശുദ്ധന്മാരോട് ഒക്കെ പ്രാർത്ഥിക്കുന്ന ആ ഏർപ്പാട്. 3, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വാഴ്ത്തിയ എണ്ണയുടെ ഉപയോഗം.
4 5 പട്ടക്കാരൻ്റെ മുമ്പാകെയുള്ള കുംഭസാരം. 6 പട്ടക്കാരുടെ നിർബന്ധിത ബ്രഹ്മചര്യം. 7 വിശുദ്ധ കുർബാന ബലിയാണെന്നുള്ള ഉപദേശം. ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ കർശനമായിട്ട് മിഷനറിമാർ ഒതുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്ക് ഇത് പറഞ്ഞാൽ തർജ്ജനം ചെയ്യാൻ പറ്റിയ ഒരു അധികാരം കൂടി അവരുടെ മക്കൾ കിട്ടി. കാരണം അത്താനാസ്യോസിനെ നാട് കടത്തിക്കൊണ്ട് അങ്ങ് അന്ത്യോക്യയിൽ നിന്ന് വന്ന അത്താനാസ്യോസിനെ നാട് കടത്തിക്കൊണ്ട് ചേപ്പാടൻ്റെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിച്ചു കൊടുത്തത് മിഷനറിമാരാണ്. അപ്പോൾ ഇത് പക്ഷേ പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ പാകത്തിനുള്ളൊരു മനസ്സൊന്നും ദിവാനാസ്യോസിന് ഇല്ല. അപ്പോൾ ശീതസമരം വർദ്ധിച്ചു. പക്ഷെ അത് ചെന്നെത്തിയതൊരു വല്ലാത്ത കാലാവസ്ഥയിലാണ്. കാരണം പിന്നീട് മിഷനറിമാർ ഇതൊക്കെ പറയുമ്പോഴും വളരെ മനുഷ്യത്വപൂർണ്ണമായൊരു സമീപനം സ്വീകരിച്ചു. എന്നാൽ പിന്നീട് വന്ന റവറൻ ജോസഫ് പീറ്റ് മിഷനറിമാരുടെ കൂടെ വന്ന് അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിരുന്നു. വളരെ അച്ചടക്ക നിർഭരനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ സ്പീഡിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു. പറ്റിയില്ല. അങ്ങനെ ദീർഘവർഷങ്ങളിലെ മിഷനറി ബന്ധം അവസാനിപ്പിക്കാൻ മാവേലിക്കരയിൽ കൂടിയ സുന്നകദോസിൽ തീരുമാനമായി. അതാണ് മാവേലിക്കര ഗ്രന്ഥവരി അഥവാ മാവേലിക്കര പടിയോല എന്ന ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബന്ധം അവസാനിപ്പിച്ചു. അന്ത്യോക്യ സഭയുമായുള്ള ബന്ധം മിഷനറി ബന്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഉയർത്തി കാണിച്ചു. അപ്പോൾ വീണ്ടും അന്ത്യോക്യയോട് ബന്ധപ്പെടാനും ഇവർ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിലെ ചരിത്രത്തിൻ്റെ ഒരു വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പോൾ മിഷനറി വിരുദ്ധ വിഭാഗത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങായിരുന്നവർ മിഷനറിമാരുടെ നമ്മൾ കൂടണ്ട, പണ്ടത്തെ മിഷനറി വിരുദ്ധന്മാരുണ്ടല്ലോ, അന്ത്യോക്യയിലേക്ക് അത്താനാസ്യോസിനെ വരുത്തുകയും ഒക്കെ ചെയ്ത കക്ഷികളോട് സന്ധിക്കാൻ ഇതൊരു കാരണമായി. അപ്പോൾ അങ്ങനെ അടുത്ത ഒരു കാലഘട്ടം കൂടി സംജാതമാകുകയാണ്. അന്ത്യോക്യയോട് വിരോധം പുലർത്തിയ സഭ ഒന്നടങ്കം ഇപ്പോൾ അന്ത്യോക്യയുടെ കീഴിൽ നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വീണ്ടും എത്തിച്ചേരുകയാണ്. ഇനി പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാനുണ്ടല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അറിയേണ്ട കാര്യം, അദ്ദേഹത്തെ നമ്മൾ മാർട്ടിൻ ലൂതറായിട്ടും നവീകരണകർത്താവായിട്ടും കേരളത്തിൽ വന്ന സഭാ നവീകരണങ്ങളുടെ ഏറ്റവും പ്രചോദിത ശക്തിയായിട്ടുമൊക്കെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഈ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ നവീകരണ ശ്രമങ്ങളുടെ പിന്നിലെ മനഃശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പുകളും വളരെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തുന്ന കൃതിയാണ്. അപ്പോൾ മിഷനറിമാർ ഇവരെ കൈവിട്ടു, സെമിനാരിയൊക്കെ ഇവർക്ക് തന്നെ വിട്ടുകൊടുത്തു. അപ്പോൾ ചേപ്പാട്ട് ദിവനാസ്യോസ് മെത്രാപ്പോലത്തേക്ക് ഈ സെമിനാരി നടത്തിക്കൊണ്ട് പോകാനൊന്നും വലിയ താല്പര്യം ഉത്സാഹമില്ലായിരുന്നു. അങ്ങനെ സെമിനാരിയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിലച്ചു. ഇതിനിടയ്ക്ക് ചില ആളുകൾ വൈദികർ തന്നെ മെത്രാപ്പോലത്തേക്കെതിരെ അഴിമതി ആരോപണം ശക്തമാക്കി. കൂടാതെ തിരുവിതാംകൂർ റെസിഡൻറ്റിന് പരാതി അയച്ചു. അപ്പോൾ ദിവനാസ്യോസ് മെത്രാപ്പോലിത്തയോട് വളരെ ഉള്ളിൽ നല്ല ചേപ്പാടനോടുള്ള കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തോട് ഉള്ളിൽ നല്ല വൈരാഗ്യം ജനിക്കുന്ന സ്ഥിതികളുണ്ടായി. ഈ കാലത്താണ് എബ്രഹാം മൽപ്പാൻ തൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നവീകരണ പ്രവർത്തനങ്ങളെ തുലനം ചെയ്യുന്ന ആളുകൾ മാർട്ടിൻ ലൂതറും അബ്രഹാം മൽപ്പാനെയും തമ്മിൽ തുലനം ചെയ്യുന്നതിൽ അത്ര ശരിയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ നവീകരണ ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ കൂടെ ചെയ്യുന്നൊരു കാര്യം, തൻ്റെ സഹോദരപുത്രനായ പാലക്കുന്നത്ത് മാത്തൻ ഷമാശനെ അദ്ദേഹം ഇവിടെ നിന്ന് നേരെ വിദേശത്തേക്ക് അയക്കുകയാണ്. അവിടെ വച്ച് അന്ത്യോക്യോസ് പാത്രിയാർക്കീസ് ഇദ്ദേഹത്തിന് ഷമാശവട്ടം നൽകുകയാണ്. ഷമാശവട്ടം നൽകുന്നു. തുടർന്ന് മാത്യൂസ് മാർ അത്താനാസിയൂസ് എന്ന പേരിൽ മലങ്കര മെത്രാപ്പൊലിത്ത വരെയുള്ള സ്ഥാനങ്ങളും അദ്ദേഹത്തിന് നൽകി. അപ്പോൾ ഇവിടുന്ന് നേരെ ഇദ്ദേഹത്തെ വിദേശത്തേക്ക് അയക്കുന്നു. അദ്ദേഹം അവിടെ ചെല്ലുന്നു, ഷമാശനാകുന്നു. ഷമാശനായി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ മെത്രാപ്പോലിത്ത കൂടിയായി അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് വാഴിച്ച് ഇങ്ങോട്ട് വിടുക. ആരെയാ? സാക്ഷാൽ അബ്രഹാം മൽപ്പാൻ്റെ സഹോദര പുത്രനെ. തുടർന്ന് മലങ്കരയെ പള്ളി പുരുഷന്മാരുടെ അറിവോ അതുപോലെ അംഗീകാരമോ മാത്തൻ ഷമാശൻ ഉണ്ടായിരുന്നില്ല. തികച്ചും ഏകപക്ഷീയമായിട്ടാണ് മൽപ്പാൻ ഷമാശനെ ഇങ്ങനെ ഒരു വേഷം കെട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നോർക്കണം. ഇതിൽ കാണേണ്ടത് എബ്രഹാം മൽപ്പാൻ ശരിക്കും മിഷണറിമാർ മുമ്പോട്ട് വച്ച നവീകരണ ശ്രമങ്ങളുടെ കാഴ്ചക്കാരനായിരുന്നു. പക്ഷേ തക്ക സമയത്ത് അദ്ദേഹം തൻ്റെ സഹോദരപുത്രനെ അയക്കുന്നത് മുമ്പ് സൂചിപ്പിച്ച എല്ലാത്തരം നവീകരണ വിരുദ്ധ ചിന്തകളും പേറുന്ന അന്ത്യോക്യയിലേക്കായിരുന്നു എന്നോർക്കണം. അദ്ദേഹം ഈ ദുർമാർഗങ്ങളുടെ മുഴുവൻ, ദുരാചാരങ്ങളുടെ മുഴുവൻ കേന്ദ്രത്തിലേക്ക്
തൻ്റെ സഹോദരപുത്രനെ അയക്കിയ വഴി ഇവിടെ മറ്റൊരു മുഖം കൂടി ഉണ്ടാക്കുന്നു. ഇവിടെ അതിനെതിരെ നിൽക്കുന്നു, അപ്പുറത്ത് തൻ്റെ സഹോദരനെ അയക്കുന്നു. അപ്പോൾ ഇതെന്താണ് ഇദ്ദേഹം ഇങ്ങനെ ഇരട്ടത്താപ്പെടുത്തത് എന്നത് ഗ്രന്ഥകാരൻ പറയുന്നത് തികഞ്ഞ അവസരവാദം തന്നെയാണ്. ഈ മൽപ്പാന് ചേപ്പാട് മെത്രാനുണ്ടായിരുന്ന നീരസമാണ് ഒരു പ്രധാന കാരണം. അതുതന്നെയാണ് നവീകരണം എന്ന പേരിൽ രംഗത്ത് വന്നത് എന്ന് വേണം ധരിക്കാൻ. ഇനി 1825 അത്താനാസ്യൂസ് എല്ലാവരെയും അഴിച്ചു പട്ടമേൽക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആദ്യം തന്നെ അഴിച്ചു പട്ടമേൽക്കുകയും മിഷറി വിരുദ്ധചര്യയിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ആളായിരുന്നു മൽപ്പാൻ. ഈ കാലത്ത് ചേപ്പാട്ടുമാർ ദിവാനാസ്യൂസ് മിഷറി അനുകൂല പക്ഷമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഒരു കാഴ്ച കണ്ടു. ഇതിനൊരു കാര്യം മനസ്സിലായില്ലേ? ഇത് നവീകരണമോ അല്ലെങ്കിൽ ദൈവമക്കളെയോ ജനത്തെയോ നന്നാക്കാനല്ല. ഇവർ തമ്മിലുള്ള മൂപ്പിള തർക്കങ്ങളാണ് പലപ്പോഴും സഭാതർക്കങ്ങളായിട്ട് വരുന്നത്. സ്വത്ത് തർക്കം പോലും രണ്ടാമതാണ് വരുന്നത്. വളരെ ഇവർ തമ്മിലുള്ള ചില തെറ്റായ തർക്കങ്ങൾ, സമീപനങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ ചേതോവികാരം. ഇത് പഠിക്കണം. ഈ പാലക്കുന്നത്ത് മാത്യൂസ് മെത്രാൻ, മാർ അത്താനാസ്യൂസ് മെത്രാപ്പോലിത്തയായിരുന്ന പാലക്കുന്നത്ത് മാർ അത്താനാസ്യൂസിനെ കുറിച്ചുള്ള കാര്യം, അദ്ദേഹം വളരെ സുഖിമാനായ ഒരു മനുഷ്യനായിരുന്നാണ്. ഇതെല്ലാം എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. പഞ്ചകല്യാണി എന്ന പേരിൽ തനിക്കൊരു കുതിരയുണ്ടായിരുന്നു. ആ കുതിരയുടെ പുറത്ത് സവാരി ചെയ്ത് കേരളം മുഴുവൻ കറങ്ങി തൻ്റെ സ്ഥാനമാനങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു. 1852 അദ്ദേഹം രാജവിളംബരം തിരുവിതാംകൂർ രാജാവിൽ നിന്ന് നേടിയെടുക്കുന്നതിന് പാലക്കുന്നത്ത് മാർ അത്താനാസ്യൂസിന് സാധിച്ചു. ഈ വിളംബരത്തിൻ്റെ പിൻബലത്താൽ അദ്ദേഹത്തിന് മലങ്കര മെത്രാപ്പോലിത്ത എന്ന അംഗീകാരവും തുടർന്ന് സഭയിൽ അധികാരവും സ്വാധീനവും ലഭിച്ചു. ഇപ്പോൾ ഒരു നവീകരണ പക്ഷക്കാരുടെ പക്കലേക്ക് ആധിപത്യം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നവീകരണ പക്ഷക്കാരുടെ പക്കലേക്ക് ആധിപത്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സഭയെ ശുദ്ധീകരിക്കുന്ന ഒരു നടപടിയല്ല അവർ ചെയ്യുന്നത്. കുറെ കൂടി മോശമായൊരു നിലയിലേക്ക് അവർ പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇവിടെയാണ് അക്കരെ കുര്യൻ റൈറ്റർ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിത്വത്തിൻ്റെ രംഗപ്രവേശം. ഒരുപക്ഷെ സഭാചരിത്രം മുഴുമിപ്പിക്കാൻ കഴിയില്ല ഈ മനുഷ്യനെ കൂടാതെ. അക്കരെ കുര്യൻ റൈറ്ററെക്കുറിച്ച് കാര്യമായി തന്നെ ഈ കൃതിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ആരാണ് അക്കരെ കുര്യൻ റൈറ്റർ? ഈ കുര്യൻ റൈറ്റർ പുത്തൻകൂർ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും കേരളത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റൊരു അതുല്യ പ്രതിഭാശാലിയായിരുന്നു. പുത്തൻകൂറുകാരെന്ന് പറയുന്ന സമൂഹത്തോട്, അതായത് കത്തോലിക്ക പക്ഷം തിരിച്ചു വന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന ആ മലങ്കര ക്രൈസ്തവർക്കിടയിലെ കരുത്തനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി വൈശിഷ്ട്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആയില്യം തിരുനാൾ മഹാരാജാവും വിശാഖം തിരുനാൾ മഹാരാജാവും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു, നല്ല സൗഹൃദമുണ്ടായിരുന്നു. ഇത് കെ സി മാമൻ മാപ്പിളയുടെ ജീവിത സ്മരണകളിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ അക്കരെ കുര്യൻ റൈറ്ററുടെ സഹോദരപുത്രൻ ഒരു സീജ കുര്യനുണ്ട്. അപ്പോൾ അപ്പൻ്റെ ചേട്ടൻ്റെ പേര് കുര്യൻ, തൻ്റെ അനിയൻ്റെ മകൻ്റെ പേര് കുര്യൻ. ഒരാൾ സീജ കുര്യനും ഒരാൾ അക്കരെ കുര്യൻ റൈറ്റർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ സീജ കുര്യനെ കൂടാതെ നമുക്ക് സഭാതർക്കത്തെ പരാമർശിക്കാനേ സാധിക്കില്ല. കാരണം അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന പക്ഷത്ത് സീജ കുര്യൻ വരും. സീജ കുര്യനെ കുറിച്ചുള്ള ഈ പരാമർശത്തിലേക്ക് നമുക്ക് കാര്യമായിട്ട് ഒന്ന് പോകേണ്ടതുണ്ട്. സീജ കുര്യൻ വളരെ കർമ്മകുലശനായ തികഞ്ഞ ഒരു മാന്യനും അങ്ങനെ പൊതുജന കാര്യപ്രസക്തനുമൊക്കെ ആയ ഒരു മാന്യതയാണ്. മാത്രമല്ല വലിയൊരു പ്രഭുവായിട്ട്, സാമ്പത്തിക രംഗത്തൊക്കെ നല്ല അഭിവൃദ്ധിയുള്ള ഒരാളായിട്ട് അദ്ദേഹം തൻ്റെ ജീവിതയാത്ര ആരംഭിച്ചു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കുര്യൻ റൈറ്ററുടെ സ്വത്തുവകകളും വസ്തുവകകളും ഒക്കെ നോക്കി കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സിലെ ഉറ്റ പങ്കാളിയായിരുന്നു തൻ്റെ മകനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇദ്ദേഹം. പിൽക്കാലത്ത് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങൾക്കിടയിലെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനും ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ സഹോദരി പുത്രനായിരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലെ പല പ്രശസ്തരും നമുക്ക് മെത്രാപ്പോലിത്തമാരായിരുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ്,
കുര്യാക്കോസ് മാർ കൂറിലോസ് എന്നിവർ അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം എത്രമാത്രം പ്രസിദ്ധനായിരുന്നുവെന്നും സ്വാധീനമുള്ള ആളായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാകുന്നത്. ആര്? CJ കുര്യൻ. അങ്ങനെ കുര്യൻ റൈറ്ററുടെ അകമഴിഞ്ഞ പിന്തുണയും സഹാവിയും ലഭിച്ചതോടുകൂടി പാലക്കുന്നത്ത് മാർ അത്താനാസ്യൂസ് മെത്രാപ്പൊലിത്ത മലങ്കരയിലെ അനിഷേധ്യ നേതാവായിട്ട് രംഗത്ത് വരികയുണ്ടായി. ഇതിനിടയിൽ ചില സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കുര്യൻ റൈറ്ററുടെ ജ്യേഷ്ഠ സഹോദരനും പിൽക്കാലത്ത് സമൂഹ കേസുള്ള പ്രശസ്തനായ CJ കുര്യൻ്റെ പിതാവുമായിരുന്നു കൊച്ചുപുരയ്ക്കൽ ഉതുപ്പ് മുതൽപ്പിടിക്കാരൻ. ഈ ഗ്രന്ഥം എഴുതുന്ന ജോസഫ് സക്കറിയ കൊച്ചുപുരയ്ക്കൽ ആ കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിൽ എത്രത്തോളം വസ്തുതകളുണ്ട് എന്നത് നമുക്ക് പരിശോധിക്കാം. കാരണം അത്രമാത്രം കാര്യങ്ങളെ തൊട്ടടുത്തറിയുന്ന ഒരു മാന്യദേഹമാണ് ഇതിൻ്റെ ഓതർ. അപ്പോൾ CJ കുര്യൻ്റെ പിതാവായിരുന്നു കൊച്ചുപുരയ്ക്കൽ ഉതുപ്പ് മുതൽപ്പിടിക്കാരൻ CJ കുര്യൻ്റെ ശ്വശുരൻ ആയിരുന്നു. ഓക്കെ, ഇനി ഈ മാർ അത്താനാസ്യൂസും അതുപോലെ തന്നെ കുര്യൻ റൈറ്ററും തമ്മിൽ ഒരു വലിയ ഏറ്റുമുട്ടലിന് കളമൊരുങ്ങി. അപ്പോൾ അത് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ രണ്ടുപേരും വളരെ പ്രസിദ്ധരും കഴിവുറ്റവരുമായിരുന്നു. ഒരാൾ അൽമായ പ്രമുഖനാണെങ്കിൽ ഒരാൾ പൗരോഹിത്യ പ്രമുഖനാണ്. അനിവാര്യമല്ലാത്ത ഒരു പ്രശ്നമാണ് ഇവർ തമ്മിൽ ഉണ്ടായത്. അതിൻ്റെ കാരണം വട്ടിപ്പണമാണ്. ഈ വട്ടിപ്പണത്തിൽ 36,000-ഓളം വരുന്ന ഒരു സംഖ്യ മലങ്കര മെത്രാപ്പോലിത്ത എന്ന നിലയിൽ മാർ അത്താനാസ്യൂസ് ഒന്നായി കെട്ടിവാങ്ങിയപ്പോൾ ആ തുക എങ്ങനെ വിനിയോഗിക്കണം എന്ന് സംബന്ധിച്ച് ഇവർ തമ്മിൽ തർക്കമായി. തർക്കം രൂക്ഷമായി വന്നപ്പോൾ ഉറ്റ ചങ്ങാതിമാരാണിവർ. ഒടുവിൽ മെത്രാപ്പൊലിത്ത അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചു വാക്കുകൾ കടുപ്പിച്ചു. കുര്യൻ റൈറ്റർ വിട്ടുകൊടുത്തില്ല. അപ്പോൾ കുര്യൻ റൈറ്റർ ആ വിധത്തിൽ ഇദ്ദേഹം പ്രതികരിക്കുന്ന കണ്ട് ക്ഷുഭിതനായപ്പോൾ കുര്യൻ റൈറ്ററോട് ചോദിച്ച വളരെ പ്രചാരമുള്ള ഒരു പ്രയോഗമുണ്ട്. അത് മാമൻ മാപ്പിളയുടെ ജീവിത സ്മരണകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേജ് 192 അധ്യായം 42. അദ്ദേഹം ചോദിച്ചത്, കുര്യച്ച, തവള കടിച്ചാൽ എന്തുപദ്രവം വരും? താങ്കളുടെ ഈ ശ്രമങ്ങളെ ഞാൻ തവളയുടെ കടി പോലെ കാണുന്നുള്ളൂ. തിരിച്ച് കുര്യൻ റൈറ്റർ പറഞ്ഞു, തവളയാണോ പാമ്പാണോ കടിച്ചത് എന്ന് പിന്നീടറിയാം. ഈ വാക്ക് പിൽക്കാലഘട്ടത്തിൽ രണ്ടുപേരുടെയും ഈ കാർക്കശ്യമുള്ള നിലപാട് അഥവാ പിടിവാശി ഇന്ന് കാണുന്ന പല അവസ്ഥാവിശേഷങ്ങൾക്കും കാരണമായി. ഒരുപക്ഷേ അവിടെ ഈ അത്താനാസ്യൂസ് അല്പം വിവരത്തോടെ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കുറേയൊക്കെ മുക്തരാകാമായിരുന്നു. ഈ കുര്യൻ റൈറ്റർ അല്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഏറ്റുമുട്ടലുകൾ തലമുറ ഏറ്റെടുക്കാൻ ഇടവരുമായിരുന്നില്ല. ഇതൊക്കെ ഒരു ആദ്യകാല സംഭവങ്ങളാണ്. ഇനി പിന്നീട് ഇങ്ങോട്ട് എങ്ങനെയും അത്താനാസ്യൂസിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് പാലക്കുന്നത്ത് മാർ അത്താനാസ്യൂസിനെ കളയാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. എന്നാൽ ആ ശ്രമങ്ങൾ ഒട്ടേറെ മുമ്പോട്ട് പോയി. അപ്പോൾ അത് ശക്തിയാകുമ്പോൾ ഇദ്ദേഹം ബദലായിട്ട് ഈ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് മെത്രാൻ മാത്യൂസ് അത്താനാസ്യൂസിൻ്റെ ദുർഭരണം കണ്ട് കുര്യൻ റൈറ്റർ രംഗത്ത് വരികയാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച് വരികയാണ്. അദ്ദേഹം വന്ന് മറ്റൊരാളെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകയാണ്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഈ തവള കടിച്ചിട്ട് തനിക്കൊന്നും പറ്റിയില്ല എന്ന നിലയിലേക്കൊക്കെ അത്താനാസ്യൂസ് ചുവട് മാറ്റുന്നു. പുലിക്കോട്ടിൽ മെത്രാനെ പിന്താങ്ങാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. ഈ സ്ഥാനത്തേക്ക് പുലിക്കോട്ടിൽ മെത്രാനെ അത്താനാസ്യൂസിനെ ഉന്നത സ്ഥാനത്ത് നീക്കുന്നുള്ള ശ്രമങ്ങൾ കുര്യൻ റൈറ്റർ തുടങ്ങി. ആദ്യപടിയായി മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനത്തിനുള്ള എതിരാളി എന്ന നിലയിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യൂസിനെ, അതായത് 5ാം ദിവന്യാസ്യൂസിനെ ഇദ്ദേഹം പ്രൊജക്റ്റ് ചെയ്തു. മെത്രാപ്പോലിത്തയായി അവതരിപ്പിച്ചു. കുര്യൻ റൈറ്ററുടെ സ്വാധീനം കൊണ്ടായിരുന്നു അത്. എന്നാൽ അല്പം കൂടി കഴിഞ്ഞപ്പോൾ 1873 പാത്രിയാർക്കീസ് മാത്യൂസ് മാർ അത്താനാസ്യൂസിനെ, തോമസ് മാർ അത്താനാസ്യൂസിനെ, തൊഴിലുടെ വകയിലെ മാർ കൂറിലോസ് എന്നിവരെ ശപിച്ചുകൊണ്ടും മുടക്കിക്കൊണ്ടും കൽപ്പന അയച്ചു. ഇത് ഇവരുടെ ഇടയിൽ ഒരു വലിയ വിനോദമാണ്. എതിരാകുന്ന ആളിനെതിരെ ശാപം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച് കൽപ്പന പുറപ്പെടുവിക്കും. എന്നാൽ ഈ അത്താനാസ്യൂസിന് അനുകൂലമായിട്ട് തിരുവിതാംകൂർ രാജാവ് ഇറക്കിയിരുന്ന രാജകീയ വിളംബരം റദ്ദാക്കി മറ്റൊരു വിളംബരം കൊണ്ട് കുര്യൻ റൈറ്റർക്ക് ഉള്ള സ്വാധീനം കൊണ്ട് ഇതാ
പത്രോസ് പാത്രിയാർക്കീസിനെ അദ്ദേഹം മലങ്കരയിലേക്ക് എത്തിക്കുകയാണ്. ഒപ്പം ഈ പറയുന്ന അത്താനാസ്യൂസിൻ്റെ അധികാരം എടുത്തു കളയാനും തലസ്ഥാനത്തേക്ക് ക്രമേണ ഈ ദിവനാസ്യൂസിനെ, പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യൂസിനെ അവരോഹിതനാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. മറ്റൊന്ന്, അന്ത്യോക്യയെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിച്ചു. അന്ത്യോക്യയിൽ നിന്ന് പത്രോസ് പാത്രിയാർക്കീസിനെ മലങ്കരയിൽ കേരളത്തിലെത്തിക്കാനും അദ്ദേഹത്തിന് അക്കാലത്ത് സാധിച്ചു എന്നത് ചെറിയ ഒരു കാര്യമല്ല. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ നവീകരണ ശ്രമങ്ങൾക്ക് ശ്രമിച്ചവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും സഭയിൽ നിന്ന് പുറത്താക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. അപ്പോൾ ഈ മെത്രാൻ്റെ പിടിവാശിയും അതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത കുര്യൻ റൈറ്ററുടെ ആ ശ്രമങ്ങളും മർത്തോമാ സഭ പോലെയുള്ളൊരു പ്രസ്ഥാന രൂപമെടുക്കാൻ കാരണമാകത്തക്ക വിധത്തിൽ നവീകരണ ചിന്തകന്മാർ എന്ന പേരിനാൽ അറിയപ്പെട്ട സമൂഹത്തെ ഒക്കെ അവിടുന്ന് കളയാനുള്ള അവസരം സംജാതമായി. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആ സഭാതർക്കത്തിലേക്ക് നമുക്ക് നേരെ പ്രവേശിക്കത്തക്ക വിധമാണ് ഇതിൻ്റെ 4-ാം അധ്യായം. എന്താണ് അവിടെ പറയുന്നത്? 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകത്തിൽ മലങ്കര സഭയിൽ വീണ്ടും സംഘർഷം മൂഷ്ടിച്ചു. മെത്രാൻ കക്ഷി, ബാബാ കക്ഷി എന്നിങ്ങനെ 2 കക്ഷികൾ സഭയിൽ ഉടലെടുത്തു. അപ്പോൾ അതിൻ്റെ കാരണത്തിലേക്ക് നമുക്ക് വരാം. എൻ്റെ കാരണം രസാവഹമാണ്. പുലിക്കോട്ടിൽ മാർ ദിവനാസ്യൂസും പാലക്കുന്നത്ത് മാർ അത്താനാസ്യൂസും ഉണ്ടല്ലോ, പഴയ 2 കക്ഷികൾ. ഇവർ തമ്മിലൊരു കേസുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിലേക്ക് വരാൻ വേണ്ടി ആലപ്പുഴ കോടതിയിലാണ് കേസ് നടക്കുന്നത്. അപ്പോൾ ഈ എന്നിടയ്ക്കുള്ള നിരന്തരമുള്ള യാത്രയ്ക്ക് അനുകൂലമാകാൻ ഈ പുലിക്കോട്ടിൽ മാർ ദിവനാസ്യൂസിന് ഒരു വീട് ഉണ്ടാകണം, താമസ സൗകര്യം ഉണ്ടാകണം. പേടിക്കണ്ട, കുര്യൻ റൈറ്റർ ഇങ്ങനൊരു സ്ഥലം കണ്ടെത്തി അത് സൗജന്യമായിട്ട് സഭയ്ക്ക് കൊടുത്തു. അപ്പോൾ ഈ കുര്യൻ റൈറ്റർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. കാരണം കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഒരു പ്രസ്ഥാനത്തിന് കേന്ദ്രമുണ്ടാവുക എന്നൊക്കെ ഉള്ള ഉദ്ദേശം അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ സ്ഥാപിക്കാൻ പാകത്തിനുള്ള ഒരു വീട്, ഒരു സഭാകേന്ദ്രം ഒക്കെ ഇവിടെ ഉണ്ടാകണം, ഇതാഗ്രഹിച്ചു. അങ്ങനെ 1786 ആകുമ്പോഴേക്ക് ഈ കുര്യൻ റൈറ്റർ മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായ CJ കുര്യൻ, ഞാൻ മുമ്പേ പറഞ്ഞ ആൾ, അനിയൻ്റെ മകൻ, അദ്ദേഹം തലസ്ഥാനത്തേക്ക് അവരോധിതനാകുന്നു. അപ്പം മറ്റേ പ്രശ്നക്കാരെല്ലാം പോയി, അവർ മർത്തോമാ സഭയുടെ ഭാഗമൊക്കെ ആയി. പക്ഷേ അതിൻ്റെ അലൗലികൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, CJ കുര്യൻ തൻ്റെ ബാല്യം മുതലേ ഈ കുര്യൻ റൈറ്ററുടെ കുശാഗ്രബുദ്ധിയും രീതിയും ശൈലിയും അദ്ദേഹത്തിൻ്റെ മാന്യതയും എല്ലാം പഠിച്ചു വരുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ഒരാളാണ്. കാരണം തൻ്റെ സഹോദരപുത്രനാണ്. ഈ കാര്യത്തിൽ ഈ പുലിക്കോട്ടിൽ മാർ ദിവന്യോസ് ദിയൻ, വട്ടശ്ശേരിൽ മാർ ദിവനാസ്യോസ് എന്നീ മലങ്കര മെത്രാപ്പോലിത്തമാരുടെ കാലത്ത് അൽമായ ട്രസ്റ്റി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഒത്തിരി പ്രഗത്ഭനായൊരു മനുഷ്യനാണ്. നമുക്ക് ഒത്തിരി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ കുര്യൻ റൈറ്ററുടെ ശിക്ഷണത്തിലും സംരക്ഷണത്തിലും വളർന്നു വന്ന വേറൊരു വ്യക്തിയെ കൂടി പരിചയപ്പെടണം. അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനായ ഇലഞ്ഞിക്കൽ EJ ജോൺ. ഇതും മറക്കരുത്. ഇലഞ്ഞിക്കൽ EJ ജോണിനെ മറക്കാൻ പാടില്ല. അറിയാത്തവർ കാണൂല, സഭാചരിത്രം പഠിച്ചവർക്കറിയാം. അപ്പോൾ ഇലഞ്ഞിക്കൽ EJ ജോണും CJ കുര്യനും തമ്മിലും കസിൻസാണ്. കാരണം ഒരാൾ നമ്മുടെ ഈ ടൂപ്പ് റൈറ്ററുടെ നമ്മുടെ കുര്യൻ റൈറ്ററുടെ സഹോദരി പുത്രനും ഒരാൾ അനിയൻ്റെ പുത്രനുമാണ്. അടുത്ത ബന്ധമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും വളർത്തി. സമപ്രായക്കാരാണ് അവർ. അതിൽ EJ ജോൺ വലിയ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു കാര്യങ്ങൾ പഠിക്കുന്നതിൽ. അദ്ദേഹം അന്നത്തെ കാലത്ത് നിയമവിരുദ്ധം കരസ്ഥമാക്കി വക്കീലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുടുംബ മഹിമ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട 3 പ്രധാനപ്പെട്ട പേരുകളുണ്ട്. 2 സംസ്ഥാന മന്ത്രിമാരായിരുന്നു 2 മക്കൾ. ഒരു മകളെ വിവാഹം കഴിച്ചത് ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു. അവരുടെ പേര് കേരള ചരിത്രം പഠിച്ചവർക്ക് നല്ല അറിവുണ്ട്. ഈ ജോൺ ഫിലിപ്പോസും ഈ ജോൺ ജേക്കബുമായിരുന്നു കേരളത്തിലെ ഈ 2 മന്ത്രിമാർ. കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ ജോൺ മത്തായിയാണ് ഇദ്ദേഹത്തിൻ്റെ മരുമകൻ. അത്രമാത്രം കുലീനത്വമുള്ള, ആഢ്യത്വമുള്ള ഒരു കുടുംബത്തിലെ ആളായിരുന്നു EJ ജോൺ. ഇവർ ഒന്നിച്ച് താമസിച്ച് പഠിച്ചുകൊണ്ടുവന്ന കാലത്ത് ഈ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചില മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മത്സരങ്ങൾ രണ്ടുപേരെയും പിൽക്കാലത്ത് സ്വാധീനിച്ചു. സോ അതിൽ ഇവർ 2 ആളുകളുടെയും, ഒരു സഹോദരി പുത്രൻ്റെയും സഹോദരപുത്രൻ്റെയും പടലപ്പിണക്കങ്ങളും ഇവർ തങ്ങളുടെ
പിതാമകരിൽ നിന്ന് അഭ്യസിച്ച ഈ തന്ത്രപരമായ നീക്കങ്ങളും ഇന്ന് കാണുന്ന തർക്കങ്ങൾക്ക് ഒരു വഴിമരുന്നായി ഭവിച്ചു എന്ന് പറയുന്നതാണ് ഏറെ യുക്തമെന്നുള്ളത്. ഇതിൽ ഈ സി ജെ കുര്യൻ കുശാഗ്രബുദ്ധിക്കാരനായ വളരെ വിദ്യാഭ്യാസത്തിൽ ഇദ്ദേഹത്തോളം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി വളരെ കരുത്തനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇതിനിടയിലെ ഒരു വ്യവഹാരത്താൽ റോയൽ കോടതി വിധിക്ക് ശേഷം സഭയിൽ ജനാധിപത്യ ശൈലി 1889 മുതൽ ശക്തിപ്പെട്ടു. പുലിക്കോട്ടുമാർ ദിവാനാസ്യോസ് മെത്രാന്മാരുടെ ട്രസ്റ്റി ആയിരിക്കണം. അതുപോലെ തന്നെ അൽമായർക്ക് ട്രസ്റ്റി വേണം. ആ ട്രസ്റ്റിയായി സി ജെ കുര്യനും അതുപോലെ അച്ഛന്മാർക്ക് ട്രസ്റ്റി വേണം. അങ്ങനെ കോനാട്ട് കോരമാത്തൻ മൽപ്പാൻ ട്രസ്റ്റിയായിട്ടും രംഗത്ത് വന്നു. അപ്പം മൽപ്പാൻ ട്രസ്റ്റിയുണ്ട്, അതുപോലെ തന്നെ വൈദിക ട്രസ്റ്റിയുണ്ട്, ആത്മായ ട്രസ്റ്റിയുണ്ട്. ഇങ്ങനെ 3 തരം പേര് ഈ അവിടെ ഉണ്ടായി. അപ്പോൾ ഇത് ഒന്നുകൂടെ നോക്കണം. പുലിക്കോട്ടുമാർ ദിവാനാസ്യോസ് മെത്രാൻ ട്രസ്റ്റിയായി, കോനാട്ട് കോരമത്താൻ വൈദിക ട്രസ്റ്റിയായി, സി ജെ കുര്യൻ ആത്മായ ട്രസ്റ്റിയായി. ഇങ്ങനെ 3 പേര് ട്രസ്റ്റിയായി. അപ്പോൾ അച്ഛന്മാരുടെ ഭാഗത്തുനിന്ന് ഒരാൾ മെത്രാപ്പൊലിത്ത, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ, ഒരു ആത്മായ ട്രസ്റ്റി, അത് സി ജെ കുര്യനായി. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ വേറെ ചില സംഭവങ്ങൾ ദേശീയ സഭാ രാഷ്ട്രീയത്തിലും ശക്തിപ്പെടുകയുണ്ടായി. അവ ഇവിടെ നമുക്ക് ഇപ്പോഴാവശ്യമില്ല. ഇവർ 3 പേരും ഒറ്റക്കെട്ടായിട്ട് കാര്യാദികൾ ചെയ്തു പോരുകയാണ്. ഒരുപക്ഷെ സഭാചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗുണകരമായൊരു കാലഘട്ടമായിട്ട് അത് ഭവിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഇരിക്കെ ഈ ദിവാനാസ്യോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണശേഷം പുലിക്കോട്ടിൽ മാറി ദിവാനാസ്യോസ് കാലം ചെയ്തതോടുകൂടി പുതിയ ഒരു സാഹചര്യം ഉണ്ടായി. അത് എന്താണെന്ന് കേൾക്കുക. വട്ടശ്ശേരി ഗീവർഗീസ് പുലിക്കോട്ടിൽ മാറി ദിവാനാസ്യോസ് കാലം ചെയ്തതോടുകൂടി വട്ടശ്ശേരിയിൽ ഗീവർഗീസ് ദിവാനാസ്യോസാണ് മെത്രാപ്പൊലിത്തയായി ചുമതലയേൽക്കുന്നത്. വട്ടശ്ശേരിയിൽ ദിവാനാസ്യോസിനെ നമ്മൾ വളരെ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ്. കാരണം അവിടെ മുതലാണ് സങ്കീർണ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് മനസ്സിലാക്കണം. വട്ടശ്ശേരിയിൽ ദിവാനാസ്യോസിൻ്റെ ആ കാലഘട്ടമാണ്. വട്ടശ്ശേരി ഗീവർഗീസ്മാർ ദിവാനാസ്യോസ്, ഇവരുടെയൊക്കെ പേര് സാമ്യമുണ്ട്. വട്ടശ്ശേരി ഗീവർഗീസ്മാർ ദിവാനാസ്യോസാണ്. അതിൽ ഈ പുലിക്കോട്ടിൽ മെത്രാൻ്റെ കാലത്ത് സി ജെ കുര്യന് സഭാഭരണത്തിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ അതങ്ങനെ വകവെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ജോസഫ് ഗീവർഗീസ് ദിവാനാസ്യോസ്, വട്ടശ്ശേരി ഗീവർഗീസ് ദിവാനാസ്യോസ് തയ്യാറായില്ല. അദ്ദേഹത്തിന് അതിൽ താല്പര്യം ഉണ്ടായില്ല. അതിൽ വലിയ കാര്യം, ഈ ഗീവർഗീസ് ദിവാനാസ്യോസിനെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ട ആളാണ് ഈ സി ജെ കുര്യൻ. അങ്ങനെ ഒരു കാര്യം കൂടെ കിടപ്പുണ്ട്. കാരണം അദ്ദേഹം ഒരു കോങ്കണ്ണനായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് പറയാൻ കാരണം, ഇത് അദ്ദേഹത്തിനെതിരെ എതിർകക്ഷികൾ ചുമത്തിയ വലിയൊരു കുറ്റമാണ്. മെത്രാനാകാൻ വേണ്ട ഗ്ലാമർ ഇല്ല ഇദ്ദേഹത്തിന്, കണ്ണിന് ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സി ജെ കുര്യൻ അദ്ദേഹത്തിൻ്റെ ആ സ്വാധീനം ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ ഒരു പ്രഭുവിനെപ്പോലെ ജീവിച്ച സി ജെ കുര്യൻ, പ്രകൃതി ശ്രീമൂലം പ്രജാശ്രീയിലൊക്കെ അംഗമായിരുന്ന സി ജെ കുര്യൻ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചു ജനങ്ങളെ അനുകൂലമാക്കിക്കൊണ്ട് ഈ ഗീവർഗീസ് ദിവാനാസ്യോസിനെ പുലിക്കോട്ടിലിന് ശേഷം ഈ സ്ഥാനത്ത് എത്തിച്ചാണ്. പക്ഷേ സി ജെ കുര്യൻ്റെ താല്പര്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു നീക്കമാണ് അധികാരമേറ്റ ശേഷം ഇദ്ദേഹത്തിൽ കണ്ടത്. നമ്മുടെ മോഡിയെ രാഷ്ട്രീയത്തിലേക്ക് കരം പിടിച്ചു ഉയർത്തി ദേശീയ രംഗത്ത് കൊണ്ടുവരുന്ന ആൾ അദ്വാനിയാണ്. അദ്ദേഹം പ്രസിഡൻറ്റും അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനിയും ഒടുവിൽ പ്രധാനമന്ത്രിയും ഒക്കെ ആയപ്പോൾ അദ്വാനിയുടെ സാധ്യതയും സാഹചര്യവും ഒക്കെ എവിടെ പോയെന്ന് നമ്മൾ കണ്ടു. എന്നതുപോലൊരവസ്ഥയായി സി ജെ കുര്യൻ്റെത്. യാതൊരുവിധ പരിഗണനയും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു അവഗണന കൂടി ഉണ്ടായി. അവഗണനയ്ക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്ന്, ഈ സി ജെ കുര്യൻ എന്ന ആത്മായ ട്രസ്റ്റി കരുത്തനാണ്. അദ്ദേഹത്തിനൊരു പരിധി വിട്ട് മെത്രാപ്പൊലീത്തയുടെ അധികാരത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ചില ഈഗോയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് അദ്ദേഹം തൻ്റെ പിതാവിനെപ്പോലെ തന്നെ കണ്ട തൻ്റെ പൂർവികനായ അക്കര കുര്യൻ റൈറ്ററോട് ഒരു ഛായാചിത്രം വരച്ച് ഇവരുടെ ഓഫീസിൽ വെക്കാൻ വേണ്ടി പദ്ധതിയിട്ടു. അദ്ദേഹം ഇതെല്ലാം വരപ്പിച്ച് റെഡിയായിക്കൊണ്ട് വന്നപ്പോൾ ഇതിൽ മെത്രാപ്പൊലീത്ത അനുകൂലിക്കുന്നില്ല, അതിൽ താല്പര്യമില്ല. അങ്ങനെ ഒഴിവാക്കിയതും രണ്ടാമത്തെ ഒരു കാരണമായി. അപ്പോൾ അക്കര കുര്യൻ റൈറ്ററുടെ പ്രശ്നം വട്ടിപ്പണം എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളതായിരുന്നെങ്കിൽ അക്കര കുര്യൻ റൈറ്ററുടെ ചിത്രം ഈ തങ്ങളുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു തർക്കം പ്രധാനമായി. ഇവർ തമ്മിൽ ഒരു വല്ലാത്ത പ്രശ്നമായി. ഇതുകൂടാതെ അക്കരെ കുര്യൻ റൈറ്ററുടെ കാലത്ത് ആലപ്പുഴയിൽ വാങ്ങിയിട്ടുള്ള അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ സ്ഥലം
ഇതിനിടയിൽ ഈ ദീവനാസ്യൂസ് വിൽക്കുകയാണ്. തൻ്റെ അറിവ് സമ്മതം കൂടാതെ വിറ്റു. ഈ രണ്ട് കാരണങ്ങൾ ഇദ്ദേഹത്തെ വല്ലാതെ ദുഃഖിതനാക്കി. അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ, തൻ്റെ അമ്മാച്ചൻ, അത് അനുജൻ്റെ മകനോ അമ്മാച്ചനെന്ന് വേണമെങ്കിൽ കരുതാം, അങ്ങനെ തൻ്റെ അക്കരക്കുര്യൻ റൈറ്റർ, അത് അമ്മാച്ചനാണോ അതോ അപ്പൻ്റെ ജ്യേഷ്ഠനാണോ എന്ന കാര്യത്തിൽ എനിക്കത്ര നിശ്ചയം പോരാ. അപ്പോൾ അദ്ദേഹം പണ്ട് പുറത്താക്കിയല്ലോ. ഇതേ പണി പാലക്കുന്നത്തിൽ അത്താനാസ്യൂസിനെ എങ്ങനെ കളഞ്ഞോ അതേ രീതിയിൽ തനിക്കും ഈ ദിവനാസ്യൂസിനെ, ഏത് ഗീവർഗീസ് വട്ടശ്ശേരിയെ പുറത്താക്കാം എന്ന ഒരു മോഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഉദിക്കുകയാണ്. ഈ മോഹമാണ് പിൽക്കാലത്തിൽ ഒത്തിരി ദുരന്തങ്ങൾക്ക് വഴിതെളിച്ചത്. ഇവിടെ മുതൽ പഠിക്കണം കാര്യങ്ങൾ. അത് പുറത്താക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതിന് കാരണം ഈ 1919 ഈ കേസ് വട്ടിപ്പണം ആർക്കാണ് അവകാശപ്പെട്ടത്, ഇതിനു വേണ്ടി ഒരു കേസുണ്ടായി. അതിന് കാരണമുണ്ട്. 1911 നമ്മുടെ വട്ടശ്ശേരിയെ മുടക്കിക്കൊണ്ട് അബ്ദുള്ള പാത്രിയാർക്കീസ് ഒരു കത്തിട്ടു ഇങ്ങോട്ട്, അല്ലെങ്കിൽ മുടക്ക് കൽപ്പന ഇങ്ങോട്ട് ഇട്ടു. അത് CJ കുര്യൻ്റെ ശ്രമഫലമായിട്ടാണ്. ഈ കത്ത് വന്നതോടുകൂടി CJ കുര്യൻ്റെ നേതൃത്വത്തിലൊരു വിഭാഗം വട്ടശ്ശേരി മെത്രാപ്പൊലിത്തയ്ക്ക് പകരം മലങ്കര മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക് കൊച്ചുപറമ്പിൽ മാർ കുരിലോസിനെ തിരഞ്ഞെടുത്തു. ഇവിടെ മുതലാ പ്രശ്നം. ഇപ്പം രണ്ട് മെത്രാന്മാർ ഒരുപോലായി. ആ കാരണം ഒന്ന് മനസ്സിലാക്കിക്കേ. അങ്ങ് അന്ത്യോക്യയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അബ്ദുള്ള പാത്രിയാർക്കീസ് CJ കുര്യൻ്റെ ശ്രമഫലത്താൽ വട്ടശ്ശേരിയെ മുടക്കൽപ്പന അയച്ചു. പകരം മാർ കുറിലോസ് എന്ന പേരിൽ ഒരു മാന്യദേഹത്തെ, കൊച്ചുപുരയ്ക്കൽ മാർ കുറിലോസ്, അദ്ദേഹത്തെ ഇവിടെ വാഴിക്കുകയുണ്ടായി. അപ്പോൾ ഇത് രണ്ടും സംഭവിച്ചപ്പോൾ ഈ മാർ കുറിലോസിനാണ് ഇനിമേൽ വട്ടിപ്പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ബാബ കക്ഷികൾക്കാർ അവകാശവാദം ഉന്നയിച്ചു. അപ്പോൾ ഈ തുക ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കെട്ടിവെച്ചു. ആ മാസം ആർക്കും കൊടുക്കാതെ കെട്ടിവെച്ചു. അങ്ങനെ രണ്ട് തർക്കം വന്നിരിക്കാൻ ഗവൺമെൻറ്റിന് അതേ വഴിയുള്ളൂ. ട്രഷറി നിശ്ചയിച്ച പണമാണ്. അവിടെ മുതൽ കേസ് ആരംഭിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായോ, ഇവിടെ കിടക്കുന്ന പണത്തിൻ്റെ എത്രയോ ഇരട്ടി പണം പോയി കഴിഞ്ഞു. ഈ പണം ആർക്ക് കൊടുക്കണം? ആ പണത്തിൻ്റെ അവകാശി ആരാണ്? അത് വട്ടശ്ശേരിയാണെന്ന് ഒരു പക്ഷം, അതായത് മെത്രാൻ പക്ഷം, ബാബ കക്ഷിയാണെന്ന് അടുത്ത പക്ഷം. ഇപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ പ്രശ്നമായി, ശക്തിമത്തായ പ്രശ്നമായി. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കുകയാണ്. 1919 തിരുവനന്തപുരത്തെ ജില്ലാ കോടതി വട്ടശ്ശേരി മെത്രാപ്പൊലീത്തയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചു. അതാണ് സത്യം. അപ്പോൾ വട്ടശ്ശേരിക്കാണ് അവകാശം എന്ന പേരിൽ 19 തിരുവനന്തപുരം ജില്ലാ കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്. മെത്രാൻ കക്ഷിക്ക് വേണ്ടി വാദിക്കാൻ വന്നത് EJ ഫിലിപ്പോസ് എന്ന പേരിലൊരു വക്കീലാണ്. EJ ഫിലിപ്പോസ് ആരാന്നൂടെ കേട്ടോ? CJ കുര്യൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മകനാണ്. തൻ്റെ മകനെന്ന് പറയാമല്ലോ, ഭാര്യയുടെ ചിഹ്നത്തിയുടെ മകനാണ്. ആ കൂടെ പിൽക്കാലത്ത് ഈ കേസിൽ ശക്തിയുക്തം വാദിച്ച EJ ഉതുപ്പ് എന്നൊരു വക്കീലുണ്ട്. അത് അവരുടെ മറ്റൊരു മകനാണ്. ചുരുക്കത്തിൽ സ്വന്തം മക്കളാണ് അപ്പനെതിരെ അല്ലെങ്കിൽ ചിറ്റപ്പനെതിരെ, പേരപ്പനെതിരെ കേസിന് വേണ്ടി വന്നിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇത് കുടുംബ വഴക്കാണെന്നുള്ളത് കാര്യത്തിൽ ഉറപ്പാണ്. ചെറിയ ചില പടലപ്പിണക്കങ്ങൾ, സൗന്ദര്യപ്പിണക്കങ്ങൾ, സ്വത്ത് പോലും അല്ല ഇവിടുത്തെ വിഷയം, അധികാരമാണ്. സ്വത്തിനേക്കാൾ ഉപരി അധികാരവും കുടുംബത്തിൻ്റെ കിടമത്സരങ്ങളൊക്കെ ഇവിടെ സ്വാധീനിച്ചിട്ടുണ്ട്. CJ കുര്യനോട്ടും വിട്ടില്ല. കേസ് കോടതിയിൽ എതിരെ തങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ കോടതി വിധി വന്നു. വട്ടശ്ശേരിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി വിധി വന്നു. ആ പൈസ വാങ്ങുന്നതിലല്ല, മറിച്ച് ഇതുവഴി കൊടുക്കുന്ന സന്ദേശം ഇദ്ദേഹമാണ് യഥാർത്ഥത്തിലുള്ള അവകാശി എന്നതാണ്. CJ കുര്യൻ വിട്ടില്ല. അതേ വക്കാലത്ത് കിട്ടാവുന്ന പ്രഗത്ഭനായ ജനസ്വാധീനമുള്ള ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ടു. അഡ്വക്കേറ്റിൻ്റെ പേര് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. വേറെ ആരുമല്ല, സർ CP ആണ്. സാക്ഷാൽ സർ CP എന്ന ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയനായ ഒരു കഥാപാത്രം. പിൽക്കാലത്ത് ദിവാനൊക്കെ ആയ സർ CP ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ CP രാമസ്വാമി അയ്യർ എന്ന സർ CP ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയിട്ടും കേരളം എന്ന തിരുവിതാംകൂർ എന്ന രാജ്യം വിട്ടുകൊടുക്കാതെ മാറി നിന്ന ആളാണ്. ഇന്ത്യ യൂണിയനിൽ ലയിക്കാതെ തിരുവിതാംകൂറിലെ പ്രസിഡൻ്റാണ് താനെന്നുള്ള നിലയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ തനിക്ക് അധികാരമുണ്ട് എന്നൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം നിർത്തിക്കൊണ്ട് ഇവിടെ സമരം നടന്നതും
CP-യുടെ മൂക്ക് വെട്ടിയ RSP-കാരൻ മണിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ CP വക്കീലായിരിക്കുന്ന കാലത്ത് സാക്ഷാൽ CP രാമസ്വാമി അയ്യരെ കൊണ്ടുവന്ന് കേസ് വാദിച്ചു. ഇവിടെ അന്നത്തെ തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ കേസ് വാദിക്കുകയാണ്. ഈ കേസിൽ വീരരാഘവ അയ്യർ എന്ന ഒരു മജിസ്ട്രേറ്റാണ് ഉണ്ടായിരുന്നത്. ഈ വീരരാഘവ അയ്യർ ആദ്യമായി ബാവാകക്ഷിക്ക് അനുകൂലമായി ഒരു വിധി പറയുകയാണ്. ആ വിധി അനുസരിച്ച് കേസ് CJ കുര്യൻ ജയിക്കുന്നു. അപ്പോൾ CJ കുര്യൻ ആ കേസിൽ ജയിക്കുന്നു. അവിടെ നിന്ന് മറ്റൊരു അപവാദമോ കിംവദന്തിയോ അതല്ലെങ്കിൽ ശരിയായ വസ്തുത പുറത്തു വരുന്നു. എന്താണെന്നറിയണ്ടേ? ഈ വീരരാഘവ അയ്യരെ CJ കുര്യൻ പണം കൊടുത്ത് സ്വാധീനിച്ചു എന്നതാണ്. അത് പുറത്തു കൊണ്ടുവരുന്നത് KC മാമൻ മാപ്പിളയാണ്. കാരണം CJ കുര്യൻ ഈ ജഡ്ജിക്ക് പണം കൊടുത്ത ഡ്രാഫ്റ്റ് കവറിനകത്താക്കി തപാലിൽ അയക്കാൻ വേണ്ടി അയച്ച പുള്ളി ഇത് കൊണ്ടുവന്ന് മാമൻ മാപ്പിളയുടെ ഓഫീസിൽ കാണിച്ചു, മനോരമയുടെ ഓഫീസിൽ. മാമൻ മാപ്പിള ഈ കവർ പൊട്ടിച്ച് അതിനകത്ത് നീ ഡ്രാഫ്റ്റ് പുറത്തെടുത്ത് ഫോട്ടോ എടുത്തു അതിൻ്റെ. എന്നിട്ട് ഈ കവർ അതുപോലെ ഒട്ടിച്ച് വീണ്ടും അയച്ചു. അപ്പോൾ തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു. അതിലെത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം പറയുന്നത് മാമൻ മാപ്പിളയും മനോരമയൊക്കെ ആയതുകൊണ്ട് അവർക്ക് മെത്രാ കക്ഷിയുടെ പക്ഷത്ത് നിൽക്കുന്നവരായതുകൊണ്ടും ഇതിലെ സത്യസന്ധത പുനഃപരിശോധിക്കേണ്ടതാണ്. എന്നാൽ കേസ് രൂപപ്പെട്ടു. ഏതായാലും ഈ വീരരാഘവ അയ്യർ വളരെ പരിശീലനായി മാറി ഇതോടുകൂടി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് അന്വേഷണം നടന്നു. ഇതിനൊക്കെ ഒടുവിൽ ഈ മെത്രാൻ കക്ഷിക്കാരടങ്ങിയിരുന്നില്ല. അവർ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം, പുനഃപരിശോധനാ ഹർജി. പക്ഷേ അത് വരുന്നത് വീരരാഘവ അയ്യരുടെ ബെഞ്ചിലായിരിക്കും. അതിനൊരു പരിഹാരം കണ്ടെത്തി. ഇവർ ഈ കേസൊക്കെ റെഡിയാക്കിയിട്ട് ജുഡീഷ്യൽ ഓഫീസിനെ സ്വാധീനിച്ചിട്ട്, മറ്റൊരു ജഡ്ജിയെ സ്വാധീനിച്ചെങ്കിൽ ഇവർ ജുഡീഷ്യൽ ഓഫീസിനെ സ്വാധീനിച്ചിട്ട് എൻട്രി വരുത്തി അവിടെ കേസ് കിട്ടിയതായിട്ട്. എന്നിട്ട് ഈ കേസ് മുക്കിക്കളഞ്ഞു. അപ്പോൾ എൻട്രി അവിടെ ഉണ്ട്, കേസില്ല. കേസ് അപ്പോൾ ജഡ്ജിയുടെ മുമ്പിൽ വരുന്നില്ല. ജഡ്ജി റിട്ടയറായി. അതിനുശേഷം വരുന്നത് ഈ കേസുമായി വലിയ പരിചയമില്ല ചാറ്റ്ഫീൽഡ് എന്ന മറ്റൊരു ജഡ്ജിയാണ്. ചാറ്റ്ഫീൽഡ് വന്ന് കേസ് ഏറ്റെടുക്കുന്നു. പക്ഷെ അപ്പോഴേക്ക് സമയം കഴിഞ്ഞു പോയി. കാരണം അപ്പീലിൻ്റെ നേരം കഴിഞ്ഞു പോയി. സാങ്കേതികമായി കേസ് എടുത്തേ പറ്റൂ. കാരണം കോടതിയുടെ മുമ്പിൽ എൻട്രി ചെയ്തിട്ടുള്ള കേസാണ്. ഒരു വിധിയും വന്നിട്ടില്ല. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഈ കേസ് അങ്ങനെ വീണ്ടും തിരിച്ചു വന്നു. ചർച്ച വീണ്ടും ആരംഭിച്ചു. അങ്ങനെ 1928 ജൂലൈ 4 ഇപ്പോൾ ആദ്യത്തെ കേസ് 1919 വന്നെങ്കിൽ അത് മെത്രാൻ കക്ഷിക്ക് അനുകൂലമായിരുന്നു. അടുത്ത കേസ് 1923 മാർച്ച് മാസം 23 അത് ബാബ കക്ഷിക്ക് അനുകൂലമായിരുന്നു. ഒടുവിൽ 1928 ജൂലൈ 4 വീണ്ടും കേസുണ്ടായി. കേസിൻ്റെ വിധി വന്നു, അത് മെത്രാൻ കക്ഷിക്കാണ്. അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ മെത്രാൻ കക്ഷി ലീഡ് നേടുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. പിന്നീട് വന്ന വലിയ ചില അബദ്ധങ്ങളും യാക്കോബ സഭയ്ക്കുണ്ടായി. അതിലൊന്ന്, തങ്ങളുടെ 1504 പരം ചർച്ചുകൾ അവ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്തുകൊണ്ട് 1054 ചർച്ചുകൾ സുപ്രീം കോടതി മുമ്പാകെ തങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഒക്കെ സൂചിപ്പിക്കുന്ന ലിസ്റ്റ് കൊടുത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് എന്നൊക്കെ കൊടുത്ത ഒരു ലിസ്റ്റ് അവർക്ക് ചതിവും വിനയുമായി. അങ്ങനെ 1934 വിധിയും അതുവഴിയും യാക്കോബായ സഭ സ്വയം വഞ്ചിക്കപ്പെട്ടു. അല്ലെങ്കിൽ അവരതിൽ എന്താ പറയുക, വേണ്ടത്ര ആർജവം കാട്ടിയില്ല. അബദ്ധം അവർക്ക് പറ്റി. ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഈ രണ്ട് പ്രസ്ഥാനങ്ങളിൽ വലിയ പ്രസ്ഥാനം അംഗസംഖ്യ ഉള്ളത് യാക്കോബക്കാർക്ക് തന്നെയാണ്. വളരെ ശക്തമായ പ്രസ്ഥാനം അവരാണ്. എന്നാൽ ഇനി ഒരിക്കലും ഇവർക്ക് ഈ കേസിൽ ഒരു തിരിച്ചുവരവില്ല എന്ന സത്യം അതിലെ വിശ്വാസികൾ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. എന്നാൽ ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസിനെ നേരിടാൻ യാക്കോബായ സഭ ഇന്നെടുക്കുന്ന ഒരു ശ്രമവും വിജയിക്കാനിടയില്ല. കാരണം സമ്മർദ്ദം ചെലുത്തി ഈ പ്രോപ്പർട്ടിയും മറ്റു കാര്യങ്ങളുമൊക്കെ തങ്ങളുടെ പക്കൽ വെച്ചാലും എന്നെങ്കിലും ഒരിക്കൽ ഇത് വിട്ടുകൊടുക്കേണ്ടതാണ്. കാരണം ഇതിൽ ഓർത്തഡോക്സ് യാക്കോബയുമായി ആളുകൾ ചേരിതിരാൻ നിമിഷങ്ങൾ മതി. ജന്മനാ ഒരുത്തൻ ഓർത്തഡോക്സുകാരനായിട്ട് പിറക്കുന്നവനും പതുക്കെ പക്ഷം ചേർന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ PDAക്കനൊക്കെ ഓർത്തഡോക്സാന്ന് പറഞ്ഞിട്ട് അതിൽ യാക്കോബക്കാരനാണ്. ഇത്തരത്തിൽ പെട്ടെന്ന് മാറിയാൽ മതി, കൂറ് മാറിയാൽ മതി. കാരണം ഇങ്ങനെ ഒത്തിരി ആളുകൾ ഇനിയിപ്പം യാക്കോബായിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് പോകുന്ന ആളുകളുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഒരു യാക്കോബക്കാരനായി മരിക്കും എന്ന് പറഞ്ഞ് തന്നെ പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇത് ഒരു പരിധിവരെ യാക്കോബായ സഭകളെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സത്യത്തിൽ ഒരു ദോഷം യാക്കോബായ സഭയോട് മെത്രാൻ കക്ഷിക്കാർ ചെയ്യുന്നുണ്ട്. അവർ ഒരു വിധത്തിലും ഈ മെത്രാൻ കക്ഷിക്ക് യാതൊരു അധ്വാനവും വരാത്ത യാക്കോബക്കാരൻ്റെ മാത്രം അധ്വാനം കൊണ്ട് അവൻ പടുത്തുയർത്തിയ പള്ളികളുണ്ട്. ഇനി യാക്കോബായ സഭയ്ക്ക് ഭൂരിപക്ഷമുള്ള പള്ളികളുണ്ട്.
അവിടെ ന്യൂനപക്ഷമാണ് മെത്രാ കക്ഷിക്കാർ. അവർക്ക് ചെറിയ അധ്വാനമേ വന്നിട്ടുള്ളൂ. ആ വിഹിതം വെച്ച് നോക്കിയാൽ കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയ പള്ളികൾ പോലും ഇപ്പോൾ വിധി വരുന്നത് ഓർത്തഡോക്സ് സഭയ്ക്കാണ്. അപ്പോൾ ഇത് ദൈവികമായ ഒരു നീതിയല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. കോടതി വിധിക്കട്ടെ, നിയമം അങ്ങനെ ആകട്ടെ, സാഹചര്യം അങ്ങനെ ആകട്ടെ, ഒരു കഷ്ടപ്പാടും ഞങ്ങൾക്ക് വരാത്ത, തങ്ങളുടെ തന്നെ സഹോദരങ്ങളായി കാണേണ്ട, പണ്ടത്തെ ചില പിതാക്കന്മാരുണ്ടാക്കി വെച്ച കുടിപ്പകയുടെ ഇരകളായി മാറിയ ഈ പാവങ്ങളെ പിന്തുണയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മൾ പിന്തുണയ്ക്കുന്നതിൽ ധാർമ്മികമായ ഒരു പിന്തുണ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഓർത്തഡോക്സ് സഭയിലെ സഹോദരങ്ങൾക്ക് ഒത്തിരി ചെയ്യാനുണ്ട്. നിങ്ങളുടെ ദൈവശാസ്ത്രവും ഞങ്ങളും തമ്മിൽ പൊരുത്തമില്ല. തന്നെയല്ല, ഇതിൽ റമ്പാച്ചൻ പ്രാർത്ഥന അപേക്ഷിച്ചവരുടെ ഇടയിലോ ഒന്നും ഞങ്ങളുടെ പേരുമൊന്നുമില്ല, പെന്തക്കോസ്തുകാരില്ല. അത് സ്വാഭാവികം. കാരണം നിങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ആളുകൾ വരാറുണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനകത്ത് കാണേണ്ട ഒരു കാര്യമുണ്ട്. യാക്കോബക്കാരോട് കാണിക്കേണ്ട ഒരു മനുഷ്യത്വം ഓർത്തഡോക്സ്കാർ കാണിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അത് ക്രൈസ്തവ മൂല്യങ്ങൾ പൊതുജന സമക്ഷം എത്ര വർദ്ധിക്കുമായിരുന്നു. മലങ്കര വർഗീസിനെ പോലെയുള്ള രക്തസാക്ഷികൾ, ഒട്ടേറെ ത്യാഗസന്നദ്ധരായ ആളുകൾ അവരുടെ പക്ഷത്തുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളുടെയും ചങ്കൂറ്റത്തിൻ്റെയും അവരുടെ ധാർമ്മികതയും ചങ്കിൽ കയറി നിന്നുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു പ്രവണത അത്യധികം വേദനാജനകമായ ഒരു കാഴ്ചയാണ്. നാളെയുടെ സഭാചരിത്രം നിങ്ങളെക്കുറിച്ച് എഴുതാൻ പോകുന്നത് തട്ടിച്ചെടുത്തതിൻ്റെയും നിയമത്തെ സാങ്കേതികമായി കയ്യിൽ വച്ചുകൊണ്ട് നടത്തുന്ന ഈ തെറ്റായ പ്രവണതകളുടെ പേരിലായിരിക്കും. തെറ്റ് നിങ്ങൾക്ക് കോടതി സ്ഥാപിച്ചു തന്നത് നിങ്ങളുടെ പക്കലേക്ക് ഇപ്പോൾ ഇത് പിടിച്ചെടുക്കാനുള്ള സകലതുമുണ്ട്. ഇതുപോലെ നിയമവിരുദ്ധമായ പ്രവൃത്തിയല്ല സത്യത്തിൽ പൗലോസ് ചെയ്തത്. കാരണം അയാളുടെ പക്കൽ അധികാരപത്രമുണ്ട്. അധികാരപത്രം ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് സ്ലീഹയാകും മുമ്പ് ചെയ്ത പ്രവൃത്തിയിലെ കോടതി ചിറ്റിക്കില്ല അയാളെ. എന്താ കാര്യം എന്നറിയണ്ടേ? അധികാരപത്രമുണ്ട്. സന്നിധിയിലെ പ്രധാന പുരോഹിതൻ എഴുതി കൊടുത്ത അധികാരപത്രം കയ്യിൽ കൊടുത്തുകൊണ്ട് ക്രൈസ്തവരെ കൊന്നുമുട്ടിച്ചു. പക്ഷേ ദൈവിക കോടതി നീതി കൊടുത്തില്ല. നിങ്ങൾ ഈ ലോകത്തിൻ്റെ വ്യവഹാരങ്ങളിൽ ജയിക്കുന്നവരല്ല പ്രധാനികൾ, മറിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ചങ്കുറപ്പുണ്ടാകുന്നത്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിൻ്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ ഒരു വലിയ വസ്തുതയായി നിലകൊള്ളുന്നു. ഇവിടെ പക്വമതികളായ ഓർത്തഡോക്സുകാർ വേദനിക്കുന്ന യാക്കോബായ സഹോദരങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരുക എന്ന ഉപാധിക്കപ്പുറത്ത്, സാങ്കേതികമായി കോടതി വിധി മാനിക്കുക എന്ന ഉപാധിക്കപ്പുറത്ത് നിങ്ങൾക്ക് സഹനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും അനുരഞ്ജനത്തിൻ്റെയും പാത തിരഞ്ഞാൽ നൂറ്റാണ്ടുകളായി 110 വർഷമായി ഇവിടെ ഉണ്ടായ ഈ മുറിവുണക്കാൻ സമർത്ഥനായ ഒരാൾ നിങ്ങളുടെ പക്കൽ ഇല്ലാതെ പോകുന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ്. ഇങ്ങനെ കൊടുത്തിട്ട് അവരുടെ സൗജന്യമല്ല യാക്കോബായ സഭകൾ ചോദിക്കുന്നത്. അവരുടെ അധ്വാനം, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ജനത്തിൻ്റെ വിയർപ്പ്, അതിലവർ പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾക്ക് അവർക്ക് അർഹതയുണ്ട് എന്ന പക്ഷത്താണ് ഞാൻ നിലനിൽക്കുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ സമയത്ത് അനുവർത്തിക്കുന്നതും അനുകരിക്കുന്നതും ക്രിസ്തുവിനെ ആണെങ്കിൽ, കോടതിയേക്കാൾ നിങ്ങൾ ആദരിക്കുന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളെ, യേശുവിൻ്റെ വാക്കുകളെ ആണെങ്കിലേ ഈ പറഞ്ഞതിൽ അർത്ഥമുള്ളൂ. തീർച്ചയായും കോടതി വിധിയുടെ കരുത്ത് വലുതാണ്. യാക്കോബായ സഭകൾ കാട്ടിയ അനാസ്ഥ വളരെയാണ്. അവരിന്നിതാ പുതിയ ചില വികാരപരമായ തീരുമാനങ്ങളിലേക്ക് പോകുന്നു. ഓർത്തഡോക്സ് കൂതാശകളെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, അവരുടെ മെത്രാന്മാരെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, വിവാഹങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. വലിയ പ്രതിസന്ധിയാണ്. ഇവിടെ ഒരു കാര്യം ഓർക്ക്, യാക്കോബായ സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും ദൈവത്തിങ്കലേക്ക് തിരിയാനും ഒരു വഴിയാണ്. സമരാവേശത്താൽ നേടിയെടുത്ത ആ വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഓർത്തഡോക്സ് സഭ നടത്തുമ്പോൾ അതിൽ ഞെരിഞ്ഞമരുന്ന അനേക കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പാവപ്പെട്ടവൻ്റെയും പണിയെടുക്കുന്നവൻ്റെയും വിയർപ്പും അധ്വാനമുണ്ട്. അന്യൻ അധ്വാനിച്ചെടുത്ത ആ വിയർപ്പ് കൊണ്ട് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് ക്രിസ്തീയ മര്യാദയും മാർഗവുമല്ല. അന്യൻ സമ്പാദിച്ചെടുത്ത അവൻ്റെ രക്തം വിയർത്തുണ്ടാക്കിയതൊന്നും കൈവശമാക്കുന്നത് ഒരു ക്രിസ്തീയ മര്യാദയല്ല. ഏത് കോടതി വിധി പേരിലാണെങ്കിലും അത് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. ഏത് കോടതി വിധിക്കും മുകളിലാണ് ധാർമ്മികത എന്ന സത്യം കൂടി മനസ്സിലാക്കിക്കൊള്ളണം. ഏത് കോടതി വിധിക്കും മുകളിലാണ് ക്രൈസ്തവൻ്റെ ധാർമ്മിക ബോധം. നൈതികമായ ആ ബോധത്തെ ലംഘിച്ചുകൊണ്ട് നിലകൊള്ളുന്നതൊന്നും വാസ്തവത്തിൽ അനീതിയുടെ മാത്രം ഫലമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യുക. ബൈബിളിലേക്ക് മടങ്ങുക, യേശുക്രിസ്തുവിലേക്ക് മടങ്ങുക, സ്ലീഹന്മാരുടെ പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങുക. മിഷണറിമാർ നിങ്ങൾക്ക് പകർന്നു തന്ന ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയിലേക്ക് മടങ്ങാൻ സമ്പാളൂർ പാതിരിമാർ അഥവാ പോർച്ചുഗീസ് ക്രിസ്ത്യാനികൾ നിങ്ങളോട് കാട്ടിയ അനീതിയും വഞ്ചനയുടെയും ഹാങ്ങോവർ ഇനിയും വിട്ടുമാറാത്ത ഈ മത്സരങ്ങളുടെ തർക്കങ്ങളുടെ ലോകം വിട്ട് ചില കുടുംബങ്ങളുടെ കുടിപ്പകയുടെ പേരിൽ 110 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കുടിലമായ ആ ഏറ്റുമുട്ടലുകൾ പുതുതലമുറ ഏറ്റുവാങ്ങാൻ ഇടവരാതെ പിറന്നു വീഴുമ്പോഴേ സഭാതർക്കങ്ങളുടെയും കേസുകളുടെയും വ്യവഹാര ലോകത്തേക്ക് കുഞ്ഞുങ്ങളെ തള്ളിവിടാതെ
ആ കുഞ്ഞുങ്ങൾ കോടതി വരാന്തിലൂടെ അലയുന്ന മാതാപിതാക്കളെ കണ്ടും കുശാഗ്ര ബുദ്ധി കൊണ്ട് കേസ് ജയിക്കാൻ പണിയെടുക്കുന്ന അപ്പനെ കണ്ടും അവരുടെ അഭിമാനം ചോർന്നു പോകാതെ മെത്രാന്മാരോടും പുരോഹിതന്മാരോടും സമൂഹമധ്യേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ അവജ്ഞ തോന്നാൻ ഇടവരാതെ ഈ വിശുദ്ധ വസ്ത്രമെന്നൊക്കെ നിങ്ങൾ പറയുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പോലീസുകാരുടെ അടി വാങ്ങിക്കിട്ടുന്ന ഈ പ്രവണത കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ മതത്തെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് കൊടുക്കുന്ന മതിപ്പും ആ മതിപ്പിൻ്റെ രാഹിത്യം അല്ലെങ്കിൽ അവമതിപ്പ് ഇത് എത്രയോ വൃത്തിഹീനമായ ഒന്നാണ്. അത് ഏത് സഭക്കാരൻ ചെയ്താലും വൃത്തിഹീനമാണ്. ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും അത് വൃത്തിഹീനമാണ്. ക്രൈസ്തവ സഭയുടെ സൗന്ദര്യം നിലനിൽക്കുന്നത് പിടിച്ചെടുക്കുന്നതിലല്ല, വിട്ടുകൊടുക്കുന്നതിലാണ്. ക്രൈസ്തവ സഭയുടെ മഹിമ നിലനിൽക്കുന്നത് പിടിച്ചെടുത്ത മുതലിലല്ല, മറിച്ച് അതിന്മീതെ ജയമെടുത്ത അനുഭവത്തിലാണ്. നമുക്ക് ഇത്തരത്തിൽ ഒരു വിശ്വാസ പന്താവിനെ കണ്ടുപിടിക്കാനും അതുവഴി പോകാനും ദൂരേക്ക് പോകേണ്ട ക്രിസ്തുവിലേക്ക്. ഒരുവൻ നിൻ്റെ വസ്ത്രം അപഹരിച്ചാൽ അവന് പുതപ്പ് കൂടി വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ പുതപ്പ് അപഹരിച്ചാൽ വസ്ത്രം വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന വാക്കുകളാണ് വലുത്. ശത്രുവിന് വിശക്കുമ്പോൾ തിന്മാൻ കൊടുക്കുന്ന ഒരവസ്ഥയാണ് ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ പഠനം ഉള്ളടക്കം എന്ന് പറയുന്നത്. നമുക്ക് ഓർത്തഡോക്സ് സഭയിൽ വളരെ പണ്ഡിതന്മാരായ മെത്രാന്മാരിൽ അവരെഴുതിയ അതിമനോഹരമായ കൃതികളൊക്കെ ഈ ഷെൽഫിലുണ്ട്. എത്ര മഹത്തരമാണ്! അതിൽ കാണുന്ന ഉപദേശങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്! ആ ഉപദേശങ്ങളുടെ വഴിത്താരയിലൂടെ സഞ്ചരിച്ചാണോ ഈ കോടതി വ്യവഹാരങ്ങൾ വഴി അന്യൻ്റെ സ്വത്ത് പിടിച്ചെടുത്തത് എന്നൊക്കെ ആലോചിക്കുന്നത് വളരെ യുക്തമായ ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് ദുഃഖമനുഭവിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ വേദനിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. തീർച്ചയായിട്ടും ദൈവം ദുഃഖിക്കുന്നവൻ്റെ പക്ഷത്താണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഞാൻ യാക്കോബക്കാരനല്ല, യാക്കോബക്കാരനാകാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല. ഓർത്തഡോക്സ് പക്ഷത്തോട് പിണക്കമില്ല. നിങ്ങളുള്ളത് ദൈവശാസ്ത്രപരമായ അകലമാണ്. ഇത്തരത്തിൽ നമുക്കുള്ള ഈ ഉപസംഹാരവേളയിൽ ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ. നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് മടങ്ങുക, നിങ്ങൾ ബൈബിളിലേക്ക് മടങ്ങുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങുക. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ, തെരുവിലിറങ്ങി സമരം ചെയ്യാൻ പിള്ളേരെ അയക്കാതെ, മദ്യവും മയക്കുമരുന്നും തകർത്ത് കളഞ്ഞ യുവതലമുറ, ലവ് ജിഹാദുകളുടെ മറവിൽ വർഗീയ ശക്തികൾ അഴിഞ്ഞാടുന്ന ഈ ലോകത്ത് കുടുംബം അതിനെ പണിയപ്പെടുന്ന ആ നല്ല മാതൃകൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ശക്തിയും ത്രാണിയും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളെ യേശുക്രിസ്തുവിലേക്കും അവിടുത്തെ മഹത്തരമായ സുവിശേഷത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സുകാരാ, നിൻ്റെ ഏത് ഓർത്തഡോക്സിസവും ഏത് നിൻ്റെ കരുത്തും അല്ല, ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനിയെ, ഇത് കേൾക്കുന്ന ഇതര സഹോദര, മരണത്തിൻ്റെ കിങ്കരന്മാരായ കഴുകന്മാർ വട്ടമിട്ട് വറക്കുന്ന ഈ ലോകത്ത് ഞാൻ പറയാറുണ്ട്, ഒരു മാസ്കിനപ്പുറത്ത് മരണം കാത്തു നിൽക്കുന്ന ലോകത്ത്, ഒരു സാനിറ്റൈസർ ക്ലീനിങ് ചെയ്യുന്ന ആ സ്ഥിതിവിശേഷത്തിൻ്റെ തൊട്ടപ്പുറത്ത് മരണം കാത്തു നിൽക്കുന്ന ഈ ലോകത്ത് ആർക്ക് വേണ്ടി വെട്ടിപ്പിടിച്ചു? യേശുവിന് വേണ്ടിയോ? ലജ്ജയില്ലേ പറയാൻ? നീ ആർക്ക് വേണ്ടി പള്ളി പിടിച്ചെടുക്കുന്നു? ആർക്ക് വേണ്ടി കൊല ചെയ്യുന്നു? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു? യേശുവിന് വേണം. യേശു എന്നെങ്കിലും നിങ്ങളോട് ചോദിച്ചോ, എനിക്കിതൊക്കെ വേണം, എനിക്കിതില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വയ്യ, എനിക്കിതില്ലെങ്കിൽ നിലനിൽപ്പില്ലെന്ന് കർത്താവ് ഒരിക്കലും പറയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ലാത്തവനെ ഞാനിന്ന് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തട്ടെ. സഞ്ചരിക്കാൻ ഒരു കഴുതയെ കടം വാങ്ങിയവൻ, പിറവി കൊള്ളാൻ ഒരു ഉദരം കടമെടുത്തവൻ, വിരുന്ന് നടത്താൻ ഒരു വീട് കടമെടുത്തവൻ, നിരക്ഷര കക്ഷികളെ കൂടെ ചേർത്തുകൊണ്ട് ഒരു വിസ്തൃതമായ രാജ്യം പണിയാൻ അടിസ്ഥാനമിട്ടവൻ, ഒടുവിൽ സ്വന്തം രക്തം മറുവിലയായി നൽകിക്കൊടുത്തുകൊണ്ട് രക്തത്തിൻ്റെ വിലയായി നമ്മെ വീണ്ടെടുത്തവൻ, അവൻ്റെ ചങ്ക് വിളർന്നൊഴുകിയ പുണ്യാഹ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് കരഗതമാക്കാതെ ഇത്തരം മുദ്രാവാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശമില്ല, യേശുവിൻ്റെ പിന്തുണയില്ല. അതുകൊണ്ട് വിട്ടുകൊടുക്കുന്നവനും പിടിച്ചെടുക്കുന്നതും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഈ ലോകത്ത് യേശു ഇത് കാണുന്നു. തങ്കൽ ഏകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന അവിടുത്തെ കണ്ണുകൾ നമ്മയും കാണുന്നു. ആ നല്ല ദൈവത്തിൻ്റെ പാദപീഠ അടുത്ത് വരാം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേയൊരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഈ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തപ്പെടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവസാന്നിധ്യം ഏവരെയും ഭരിക്കട്ടെ. ഏറ്റവും സംശുദ്ധമായ ഒരു ക്രിസ്തീയ ലോകത്തെ നമുക്ക് സ്വപ്നം കണ്ടും ദർശനം കണ്ടും അതിനുവേണ്ടി കാക്ഷിച്ചും മുമ്പോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.